വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിന്നുള്ള ഒരു പോർഷനാണ്, ഡെമോഗ്രഫി ആൻഡ് ഫാമിലി പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുമ്പോഴത്തേക്കിന് കുറച്ചേറെ ഡെഫിനിഷൻസ് ആണ് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ ഇവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡെമോഗ്രഫിയുടെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഡെമോഗ്രഫി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് ഇറ്റ് ഫോക്കസസ് മെയിൻലി ഓൺ, ഇത് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ്, നമ്മുടെ പോപ്പുലേഷൻ സൈസിലുണ്ടാവുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ കോമ്പോസിഷൻ, പോപ്പുലേഷൻ്റെ കോമ്പോസിഷൻ, ദെൻ പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഏത് ഏരിയയിൽ എത്ര ആൾക്കാർ എന്നുള്ള രീതിയിൽ ഓരോ ഏരിയ കണക്കാക്കി അവിടെയുള്ള പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഇറ്റ് മെയിൻലി ഫോക്കസസ് ഓൺ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ്, പോപ്പുലേഷൻ സൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതുപോലെ പോപ്പുലേഷനിലെ കോമ്പോസിഷൻ പറയുമ്പോൾ നമുക്ക് അവിടെ എത്ര എൽഡർലി പീപ്പിൾസ് ഉണ്ട്, എത്ര വുമൻസ് ഉണ്ട്, എത്ര മെൻ ഉണ്ട്, അതുപോലെ അല്ലെങ്കിൽ ഇൻഫൻസ് എത്ര ഉണ്ട്, ആ ഒരു രീതിയിലുള്ള കാൽക്കുലേഷനാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ സ്പേസ്, ഓരോ ഏരിയയിൽ എത്ര പോപ്പുലേഷൻ വെച്ചിട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഡെമോഗ്രഫി. നെക്സ്റ്റ് ദ ഡെമോഗ്രഫിക് പ്രോസസ് വിച്ച് ഡിറ്റർമൈൻ ദീസ് ഫിനോമിന. നമുക്ക് ഡെമോഗ്രഫിക് പ്രോസസ്സ് വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാം ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി, മാരേജ്, മൈഗ്രേഷൻ, സോഷ്യൽ മൊബിലിറ്റി. അപ്പം ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം കൊണ്ട് നമ്മുടെ ഡെമോഗ്രഫിക്ക് ചേഞ്ച് ഉണ്ടാവും അല്ലേ. അതായത് ഫെർട്ടിലിറ്റി, ഹൈ ഫെർട്ടൈൽ ആയിട്ടുള്ള പീപ്പിൾസ് ആണെങ്കിൽ ഹൈ നമ്പേഴ്സ് ഓഫ് ചിൽഡ്രൻസ് ആയിരിക്കും. സോ എന്താണ്, അവിടുത്തെ പോപ്പുലേഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ അപ്പം ഇത് നമ്മുടെ ഫെർട്ടിലിറ്റി ഡെമോഗ്രഫിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിലെ ഡെത്ത് റേറ്റ്, ആ ഒരു ഡെത്ത് റേറ്റും നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ മാരേജ്, മൈഗ്രേഷൻ, സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ഈ ഒരു ഡെമോഗ്രഫിക് പ്രോസസ്സ് എല്ലാം തന്നെ വിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവയൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും ഈ ഒരു ഡെമോഗ്രഫിക് സ്റ്റഡി വെച്ചിട്ട്. നെക്സ്റ്റ് ഡെമോഗ്രഫിക് സൈക്കിൾ. മെയിനായിട്ട് 5 സൈക്കിളാണുള്ളത്. ഓക്കെ, ഡെമോഗ്രഫിക് സൈക്കിൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 5 സൈക്കിളാണുള്ളത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഹൈ സ്റ്റേഷനറി സ്റ്റേജ് ആണ്, സെക്കൻഡ് സ്റ്റേജ് ഇയർലി എക്സ്പാൻഡിങ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ലേറ്റ് എക്സ്പാൻഡിങ്, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ലോ സ്റ്റേഷനറി ആൻഡ് ഫിഫ്ത്ത് സ്റ്റേജ് ഡിക്ലൈനിങ്. ഇങ്ങനെ 5 സ്റ്റേജ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. കാരണം എന്താണെന്ന് നോക്കിയാൽ ഇവിടുത്തെ ഹൈ ബർത്ത് റേറ്റ് ആയിരിക്കും, അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്തുകൊണ്ട് ഹൈ ഡെത്ത് റേറ്റ് ആയിരിക്കും. ഓക്കെ, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടെ അവിടെ ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ്, അവിടെ വലിയ പോപ്പുലേഷനിൽ ഒരു ചേഞ്ച് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫസ്റ്റ് സ്റ്റേജ്, ഇറ്റ് അതർവൈസ് കോൾഡ് ഹൈ സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഒരു ഹൈ ഡെത്ത് റേറ്റും ഹൈ ബർത്ത് റേറ്റും കൊണ്ടിട്ട് വലിയ ചേഞ്ചസ് ഒന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു സ്റ്റേഷനറി സ്റ്റേജ് എന്ന് പറയാം. നമ്മുടെ ഇന്ത്യ 1920 തൊട്ട് ഈ ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ്. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഇയർലി എക്സ്പാൻഡിങ് സ്റ്റേജ്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്. അവിടുത്തെ ഡെത്ത് റേറ്റ് കുറയാണ്, പക്ഷേ ബർത്ത് റേറ്റ് അവിടെ ചേഞ്ച് ആവാണ്ട് നിൽക്കുന്നു. അപ്പോൾ ബർത്ത് റേറ്റ് അങ്ങനെ തന്നെ നിൽക്കുകയും ഡെത്ത് റേറ്റ് കുറയുകയും ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, പോപ്പുലേഷനിലെ എണ്ണം കൂടും, അല്ലെങ്കിൽ പോപ്പുലേഷൻ വിൽ ബി ഇൻക്രീസ്ഡ്. അതാണ് പറഞ്ഞത് എക്സ്പാൻഡിങ് സ്റ്റേജ് ആണ്. ഇറ്റ്സ് എ എക്സ്പാൻഡിങ്. ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞപ്പോൾ ഇറ്റ്സ് എ സ്റ്റേഷനറി ആണ്. നമുക്ക് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ഏതാണ്, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഇവിടെ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞാൽ. ദെൻ എക്സാമ്പിൾസ് ജസ്റ്റ് നോക്കി വെക്കുക. ഏഷ്യ, ആഫ്രിക്ക ഒക്കെ ഇതുപോലത്തെ നേഷൻസ്, കൺട്രീസ് ഒക്കെ സെക്കൻഡ് സ്റ്റേജിലായിരിക്കും കാണുന്നത്. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ ലേറ്റ് എക്സ്പാൻഡിങ്. ഇവിടുത്തെ ഡെത്ത് റേറ്റ് ഡിക്ലൈൻ ആവുകയാണ്. ഓക്കെ, ഡെത്ത് റേറ്റ് ഡിക്ലൈൻസ് ഫർദർ ആൻഡ് ബർത്ത് റേറ്റ് ബിഗിൻസ് ടു ഫോൾ. അപ്പോൾ ഡെത്ത് റേറ്റ് അവിടെ ഡിക്ലൈൻ ആണ്, പക്ഷെ ബർത്ത് റേറ്റ് ഇപ്പം കുറഞ്ഞിട്ടില്ല, പക്ഷെ ഭാവിയിൽ കുറയാം.
യെറ്റ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ സിൻസ് ബർത്ത് എക്സീഡ്സ് ദ ഡെത്ത്. അപ്പോൾ ഡെത്ത് റേറ്റ് അവിടെ എന്തായാലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ബർത്ത് റേറ്റ് അതിനെ എക്സീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്പാൻഡിങ് ആണ് കാണിക്കുന്നത്. ഇന്ത്യ അപ്പിയേഴ്സ് ടു ഹാവ് എൻറ്റേർഡ് ദിസ് സ്റ്റേജ്. ഇന്ത്യ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുകയാണ്. ദെൻ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ലോ സ്റ്റേഷനറി റേറ്റ്. ഇവിടെ ലോ ബർത്ത് റേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ലോ ബർത്ത് റേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ലോ ഡെത്ത് റേറ്റ് ആയിരിക്കും. സോ ദ പോപ്പുലേഷൻ ബിക്കം സ്റ്റേഷനറി. ഇവിടെയും സ്റ്റേഷനറി ആണ്, ബർത്ത് റേറ്റും കുറവാണ്, അതുപോലെ തന്നെ ഡെത്ത് റേറ്റും കുറവാണ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് സ്വീഡൻ, ബെൽജിയം, ഡെൻമാർക്ക് പോലുള്ള സിറ്റീസ്. അപ്പം നമുക്ക് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ഫോർത്ത് സ്റ്റേജ് ലോ സ്റ്റേഷനറി, ആ ഒരു കണക്ഷനാണ് പഠിച്ചു വെക്കേണ്ടത് MCQ ലെവലിൽ നോക്കുമ്പോഴത്തേക്കിനും. നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റേജ് അല്ലെങ്കിൽ ഡിക്ലൈനിങ് സ്റ്റേജ്. പോപ്പുലേഷൻ ബിഗിൻസ് ടു ഡിക്ലൈൻ ആസ് ബർത്ത് റേറ്റ് ഈസ് ലോവർ ദാൻ ഡെത്ത് റേറ്റ്. അപ്പം ഫിഫ്ത്ത് സ്റ്റേജിലുള്ള കൺട്രീസിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടുത്തെ ബർത്ത് സ്റ്റേജ് ബർത്ത് റേറ്റ് ലോവർ ആവുന്നു, ഡെത്ത് റേറ്റിനേക്കാളും ബർത്ത് റേറ്റ് ലോവർ ആവുന്നു. ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഡിക്ലൈൻ ആവും അല്ലേ, പോപ്പുലേഷൻ അവിടെ കുറഞ്ഞു കുറഞ്ഞു വരാം. അപ്പം ഇതാണ് ഡെമോഗ്രഫിക്കിലെ 5 സ്റ്റേജസ് ഉള്ളത്. ഓക്കെ, ഓരോന്നും ഡെമോഗ്രഫിക് സൈക്കിളിലെ ഓരോ സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹൈ സ്റ്റേഷനറി, സെക്കൻഡ് സ്റ്റേജ് ഇയർലി എക്സ്പാൻഡിങ്, തേർഡ് സ്റ്റേജ് ലേറ്റ് എക്സ്പാൻഡിങ് ആണ്, ഫോർത്ത് സ്റ്റേജ് ലോ സ്റ്റേഷനറി ആൻഡ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈനിങ് ആണ്. കാരണം ഡിക്ലൈനിങ് എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് അവിടെ ഡെത്ത് റേറ്റിനേക്കാളും കുറഞ്ഞു വരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ള ടേമാണ് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് ഫെർട്ടിലിറ്റി, അപ്പോൾ ഫെർട്ടിലിറ്റി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫെർട്ടിലിറ്റി ഈസ് ദ ആക്ച്വൽ ബിയറിംഗ് ഓഫ് ചിൽഡ്രൻസ്. എത്ര ചിൽഡ്രൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എത്ര നമ്പർ ഉണ്ട്, അപ്പം ആ ഒരു കണക്കിനെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ ഹൈ ഫെർട്ടൈൽ ആണെന്ന് പറഞ്ഞാൽ അത്രയും ചിൽഡ്രൻസിനുള്ള എബിലിറ്റി ഉണ്ടെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫെർട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ ആണ് ഇറ്റ് ഈസ് ദ ആക്ച്വൽ ബിയറിംഗ് ഓഫ് ചിൽഡ്രൻ. ദെൻ ചില ഡെമോഗ്രഫേഴ്സ് നമ്മുടെ ഫെർട്ടിലിറ്റിക്ക് പകരം നേറ്റാലിറ്റി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് നേറ്റാലിറ്റി എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ആക്ച്വൽ ബിയറിംഗ് ഓഫ് ചിൽഡ്രൻ ആണ്. അപ്പം നമ്മുടെ ഫെർട്ടിലിറ്റിയുടെ മറ്റൊരു നെയിമാണ് വരുന്നത് നേറ്റാലിറ്റി. അപ്പം നമുക്ക് MCQസിൽ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട് നേറ്റാലിറ്റി കൊടുക്കാം. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ബിയറിംഗ് ചിൽഡ്രൻസ്. ദെൻ ഫാക്കൻഡിറ്റി. ഫാക്കൻഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഹാവ് ചിൽഡ്രൻ. അതിനുള്ള കപ്പാസിറ്റി നമ്മൾ നെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഫാക്കൻഡിറ്റി എന്നാണ്. ഓക്കെ, ഫാക്കൻഡിറ്റി. അപ്പം ഫെർട്ടിലിറ്റി ആൻഡ് നേറ്റാലിറ്റി ഈസ് സിമിലർ, ദ ആക്ച്വൽ ബിയറിംഗ് ഓഫ് ചിൽഡ്രൻ, ആൻഡ് ദ ഫാക്കൻഡിറ്റി ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഹാവ് ചിൽഡ്രൻ. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് റെഗുലേറ്റിംഗ് ഫെർട്ടിലിറ്റി. നമ്മുടെ ഫെർട്ടിലിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇനി പറയുന്നത്. ഫാക്ടേഴ്സ് പറയുമ്പോൾ ഏജ് അറ്റ് മാരേജ്, ഏതൊരു ഏജിൽ മാരി ചെയ്യുന്നു, അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് മാരീഡ് ലൈഫ്, എത്ര നാളായിരിക്കും ആ ഒരു മാരീഡ് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ, എക്കണോമിക് സ്റ്റാറ്റസ്, ന്യൂട്രീഷൻ, ഫാമിലി പ്ലാനിങ്, അതർ ഫാക്ടേഴ്സ് ആൻഡ് കാസ്റ്റ് ആൻഡ് റിലീജിയൻസ്. അപ്പം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി ഏതൊക്കെ ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ടെന്ന്. അപ്പം ഏജ് അറ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ ഇയർലി മാരേജ് നടക്കുകയാണെങ്കിൽ ആ ഒരു ഫെർട്ടൈൽ പീരീഡ് കൂടുതലായിരിക്കും അല്ലേ. അപ്പം അവിടെ ചിൽഡ്രൻസിൻ്റെ നമ്പർ വരുന്നതും കൂടുതലായിരിക്കും. അതാണ് ഏജ് അറ്റ് ബർത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അഡ്വേഴ്സ് എഫക്ട്സ് പറയുന്നുണ്ട്. കാരണം ഇയർലി മാരേജ് നടക്കുമ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇയർലി മാരേജസ് നടക്കുന്ന സമയത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വുമൻസിൻ്റെ ഹെൽത്തിന് ഇത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു 20-ക്കൊക്കെ മുമ്പേ മാരീഡ് ആവുന്ന വുമൻസ് പ്രഗ്നൻ്റ് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ദ ഫെർട്ടിലിറ്റി. നെക്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് മാരീഡ് ലൈഫ്. മാക്സിമം ചൈൽഡ് ബർത്ത് ഒക്കേഴ്സ് ഇൻ ദ
ഫസ്റ്റ് 15 ഇയേഴ്സ് ഓഫ് ദ മാരീഡ് ലൈഫ്. ഫസ്റ്റ് 15 ഇയേഴ്സിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസിനുള്ള കപ്പാസിറ്റി ഉള്ളത്. സോ എഫേർട്സ് ഫോർ ഫാമിലി പ്ലാനിങ് മസ്റ്റ് ബി കോൺസെൻട്രേറ്റഡ് ഓൺലി ഡ്യൂറിങ് ദീസ് ഇയർലി ഇയേഴ്സ് ഓഫ് മാരീഡ് ലൈഫ്. അങ്ങനെ നേരത്തെ മാരേജ് ചെയ്താൽ നമ്മൾ കുറേ കൂടി ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വരുന്നുണ്ട്. നെക്സ്റ്റ് സ്പേസിങ് ഓഫ് ചിൽഡ്രൻസ്. സ്പേസിങ് അതായത് ചിൽഡ്രൻസിൻ്റെ ഇടയിൽ സ്പേസിങ്സ് കൂട്ടുമ്പോൾ അത്രയും നമ്പർ ഓഫ് ചിൽഡ്രൻസ് അവിടെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ എഡ്യൂക്കേഷൻ പറയുമ്പോൾ എഡ്യൂക്കേറ്റഡ് വുമൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ചിൽഡ്രൻസിൻ്റെ നമ്പറിൽ കുറവായിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ ഫെർട്ടിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതിയാവും. ഓക്കെ, എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ്. Therefore, economic development is considered to be the best contraceptive. അപ്പം നമ്മൾ ഹൈ പെർ ക്യാപിറ്റ ഇൻകം ആവുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി കുറയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. കാസ്റ്റിൻ്റെ വെച്ചിട്ട് പറയുന്നുണ്ട് മുസ്ലിംസിനാണ് ഹൈ ഫെർട്ടൈൽ കാണിക്കുന്നത്. ഓക്കെ, അത് നെക്സ്റ്റ് ന്യൂട്രീഷൻ. It has a direct effect. Well-fed and societies show lower fertility rate. അപ്പം സൊസൈറ്റീസിൽ ഇങ്ങനെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നത്, വെൽ ന്യൂട്രീഷ്യൻസ് ആവുന്നത്, അതൊക്കെ നമ്മുടെ ഫെർട്ടിലിറ്റി കുറയ്ക്കാനുള്ള ഒരു ചാൻസ് ആണുള്ളത് അല്ലേ. അപ്പം നമുക്കവിടെ ഫാമിലി പ്ലാനിങ് എഫക്റ്റീവ് ആവും. ഇങ്ങനെ ഫാമിലി പ്ലാനിങ് എഫക്റ്റീവ് ആയില്ലെങ്കിൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും അവിടുത്തെ റിസോഴ്സസ് ആ ഉള്ള പോപ്പുലേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും. സോ നമ്മൾ ഫാമിലി പ്ലാനിങ് വെൽ ബീയിങ് ആയിട്ട് നടക്കണം. അപ്പം ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം നമ്മളവിടെ കൺസിഡർ ചെയ്യണം, നമുക്ക് സ്യൂട്ടബിൾ ആവണം ഫാമിലി പ്ലാനിങ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. ദെൻ ഫാമിലി പ്ലാനിങ് ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ക്യാൻ ലോവർ ഫെർട്ടിലിറ്റി കുറയ്ക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫാമിലി പ്ലാനിങ്. ബിക്കോസ് ഈ ഒരു മാരീഡ് ലൈഫിൽ എനിക്ക് ഇത്ര ചിൽഡ്രൻ മതി എന്നൊരാൾ തീരുമാനിച്ചാൽ അവിടെ എന്താണ് നമുക്ക് ഹ്യൂമൻ പോപ്പുലേഷൻ അത്രയും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഫെർട്ടിലിറ്റി. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ മെഷർ ചെയ്യാനുള്ള ഫെർട്ടിലിറ്റി മെഷർ ചെയ്യാനുള്ള ഏജൻസിനെയാണ് നമ്മൾ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ഇവിടെ 7 ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ട്. ക്രൂഡ് ബർത്ത് റേറ്റിനെ നമുക്ക് CBR എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻസിൽ CBR കണ്ടാൽ ഡൗട്ട് വരരുത്, ക്രൂഡ് ബർത്ത് റേറ്റ് ആണ്. ദെൻ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് GFR, general fertility rate, and general marital fertility rate GMFR. okay, GMFR എന്ന് പറയുമ്പോൾ general marital fertility rate, age specific fertility rate, total fertility rate, gross reproduction rate and net reproduction rate. ഈ ഒരു 3 ടേംസും കൂടെയാണ് എപ്പോഴും മാറിപ്പോവാൻ ചാൻസ് ഉള്ളത്. അപ്പം നമുക്ക് MCQ ലെവലിൽ നോക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ കൊടുത്തിട്ട് നമ്മൾ ഏതാണെന്ന് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടത്. ഓരോ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നും അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ക്രൂഡ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ CBR, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 mid-year population in a given year. ഒരു ഇയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് 1000 പോപ്പുലേഷനുമായിട്ട് കണക്ട് ചെയ്ത് എത്ര നമ്പർ ഓഫ് ബർത്ത് അവിടെ നടന്നിട്ടുണ്ട് അല്ലേ. ഒരു ഇയർ, ഒരു ഗിവൺ ഇയറിനെ വെച്ചിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു ഇയറിൽ 1000 പോപ്പുലേഷൻ എടുക്കുമ്പോഴത്തേക്കിന് 1000ന് എത്ര പുതിയ ബർത്ത് നടന്നു, എത്ര ലൈവ് ബർത്ത് അവിടെ നടന്നു, ഈ ഒരു കണക്കിനെയാണ് നമ്മൾ ക്രൂഡ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ CBR എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ടോട്ടൽ ലൈവ് ബർത്ത് ഡ്യൂറിങ് ദ ഇയർ ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000. ഇതാണ് ഇക്വേഷൻ വരുന്നത് CBRൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ GFR. ഇതെന്ന് പറഞ്ഞാലും നമ്പർ ഓഫ് ലൈവ് ബർത്ത് തന്നെയാണ് പെർ 1000 വുമൻ. 1000 പോപ്പുലേഷൻ അല്ല നോക്കുന്നത്, 1000 women in the reproductive age group 15 to 14 years in a given year. ഒരു ഇയറിൽ 15 മുതൽ 45 വയസ്സിലുള്ള വുമൻസ് 1000 വുമൻസിനെ എടുക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് ലൈവ് ബർത്ത് നടക്കുന്നുണ്ട്.
ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ ക്രൂഡ് ബർത്ത് റേറ്റ് ഒരു ഗിവൺ ഇയറിൽ 1000 പോപ്പുലേഷൻ എടുത്തപ്പോൾ എത്ര ലൈവ് ബർത്ത് നടന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു ഗിവൺ ഇയറിൽ 15 to 45 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ള വുമൻസ് 1000 നമ്പേഴ്സ്, അവരുടെ കണക്കെടുത്തിട്ട് എത്ര ലൈവ് ബർത്ത് നടക്കുന്നുണ്ടെന്നാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് പറയുന്നത്. ഓക്കെ, GFR എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ടോട്ടൽ ലൈവ് ബർത്ത് നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 45 ഇയേഴ്സ് ഇൻറ്റു 1000. ഇതാണ് അത് എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻ. രണ്ടിനും ഇക്വേഷൻസ് ഉണ്ട്, മാറിപ്പോകരുത്. നെക്സ്റ്റ് പറയുന്നത് ജനറൽ മറൈറ്റൽ ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ GMFR. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് per 1000 married women in a given year in the reproductive age group 15 to 45 years. അപ്പോൾ 15 to 45 ഇയേഴ്സിൽ ഒരു ഗിവൺ ഇയറിലുള്ള 1000 പോപ്പുലേഷൻസിലുള്ള നമ്പർ ഓഫ് ബർത്തിനെയാണ് നമ്മൾ ജനറൽ മറൈറ്റൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാരീഡ് വുമൺ ആണ് ഇവിടെ സ്പെഷ്യലി പറയുന്നത്. മറ്റേതുമായിട്ട് ഡിഫറൻസ് വരുന്നത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റുമായിട്ട് വ്യത്യാസം വരുന്നത് ഇവിടെ വുമൻസേ ഉള്ളൂ. പക്ഷേ ജനറൽ മറൈറ്റൽ ഫെർട്ടിലിറ്റി റേറ്റ് ആകുമ്പോൾ മാരീഡ് വുമൺ എന്ന് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നെക്സ്റ്റ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ എ ഇയർ വുമൺ ഇൻ എനി സ്പെസിഫൈഡ് ഏജ് ഗ്രൂപ്പ്. അപ്പം നമ്മൾ നേരത്തെ 15 to 45 ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എനി ഏജ് ഗ്രൂപ്പിലുള്ളതാണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അപ്പം ഇവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റും ഗ്രോസും ദെൻ നെറ്റും, ഇത് മൂന്നും കൂടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. അപ്പം ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ഓൾ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. എല്ലാ ഏജിൻ്റെയും കൂടെ കണക്കാക്കിയാണ് നമ്മൾ ടോട്ടൽ പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ഓൾ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്സ് ലൈക്ക് ASFR ഓഫ് 16 to 20 ഇയേഴ്സ്, 16 to 20 ഇയേഴ്സിൻ്റെത്, 21 to 25 ഇയേഴ്സിൻ്റെത്, 26 to 30 ഇയേഴ്സിൻ്റെ, അങ്ങനെ ഹോൾ റേറ്റ് എടുക്കുന്നതിൻ്റെ ആ ഒരു ടോട്ടലിനെയാണ് നമ്മൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. TFR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എ വുമൺ വിൽ ഹാവ് ഇഫ് ഷീ പാസസ് ത്രൂ ഹെർ റീപ്രൊഡക്റ്റീവ് ഇയേഴ്സ്. അതായത് 15 to 45 ഇയേഴ്സ് ഒരു വുമൻ കടന്നു പോകുമ്പോൾ ആ ഒരു വുമന് എത്ര ചിൽഡ്രൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആവറേജ് നമ്പറാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, കമ്പയറിംഗ് ടു വൺ വുമൻ. നെക്സ്റ്റ് പറയുന്നത് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. ഇറ്റ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ഗേൾസ് ദാറ്റ് വുഡ് ബി ബോൺ ടു എ വുമൻ ഡ്യൂറിങ് ഹെർ റീപ്രൊഡക്റ്റീവ് പീരീഡ്. റീപ്രൊഡക്റ്റീവ് പീരീഡിൽ എത്ര ടൈം വുമൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് ഈസ് ട്രൂ ഇഫ് ഷീ എക്സ്പീരിയൻസ്ഡ് ദ സെയിം ഫെർട്ടിലിറ്റി പാറ്റേൺ ആൻഡ് ദർ ഈസ് നോ മോർട്ടാലിറ്റി. ഓക്കെ, മോർട്ടാലിറ്റിയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് പറയുന്നത്. നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡോട്ടേഴ്സ് എ ന്യൂ ബോൺ ഗേൾ വിൽ ഹാവ് ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈം. നേരത്തെ റീപ്രൊഡക്റ്റീവ് ഏജ് ആയിരുന്നു പറഞ്ഞത്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിൽ വുമൺ ഡ്യൂറിങ് ഹെർ റീപ്രൊഡക്റ്റീവ് പീരീഡാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റിൽ ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈം, ആ ഒരു സ്ത്രീയുടെ ലൈഫ് ടൈം മൊത്തത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ പ്രസന്റ് ലെവൽ ഓഫ് NRR ഇൻ ഇന്ത്യ ഈസ് 1.48. ഇതുപോലത്തെ നമ്പേഴ്സൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രസന്റ് ലെവലിലുള്ള NRR എന്ന് പറയുമ്പോൾ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ 1.48. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു, ഫെർട്ടിലിറ്റിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു, ക്രൂഡ് ബർത്ത് റേറ്റും ജനറൽ ഫെർട്ടിലിറ്റി റേറ്റും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ഫാമിലി പ്ലാനിങ് എന്താ? ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ വേ ഓഫ് തിങ്കിങ് ആൻഡ് ലിവിങ് ദാറ്റ് ഈസ് അഡോപ്റ്റഡ് വോളണ്ടറിലി അപ്പോൺ ദ ബേസിസ് ഓഫ് ദ നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസിബിൾ ഡിസിഷൻസ് by individuals and couples in order to promote the health and welfare of the family group. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടറിലി എടുക്കുന്ന ആ ഒരു തീരുമാനമാണ്. ഓക്കെ, ഈ ഒരു മാരേജ് ലൈഫിൽ ഐ വാണ്ട് ഓൺലി 2 ചിൽഡ്രൻസ്. ഓക്കെ,
അങ്ങനെ എടുക്കുന്ന ഇൻഡിവിജ്വലി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. ഫാമിലി പ്ലാനിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വേ ഓഫ് തിങ്കിങ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നു, വോളണ്ടറിലി, സ്വയം ഇഷ്ടപ്രകാരം അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊമോട്ട് ദ ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദ ഫാമിലി ഗ്രൂപ്പ്. നമ്മുടെ ആ ഒരു ഫാമിലിയുടെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് ദസ് കോൺട്രിബ്യൂട്ട് എഫക്റ്റീവ്ലി ടു ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഈ ഒരു ഫാമിലി വെൽഫെയറിനെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലായിരിക്കും. കൺട്രിയുടെ തന്നെ സൊസൈറ്റി അവിടെ വെൽഫെയർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ WHO ഡെഫിനിഷൻ ഓഫ് ദ ഫാമിലി പ്ലാനിങ്. നമ്മുടെ WHOയുടെ ഫാമിലി പ്ലാനിങ്ങിലുള്ള ഡെഫിനിഷനാണ് പറഞ്ഞത്. ഓക്കെ, ദ ഫാമിലി പ്ലാനിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വേ ഓഫ് തിങ്കിങ് ആൻഡ് ലിവിങ് ദാറ്റ് ഈസ് അഡോപ്റ്റഡ് വോളണ്ടറിലി. വോളണ്ടറിലി അവരെടുക്കുന്ന തീരുമാനമാണ് upon the basis of knowledge, attitude and responsible decisions by the individuals and couples. എന്തിനാണ്? ടു പ്രൊമോട്ട് ദ ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദ ഫാമിലി. ഫാമിലി ഗ്രൂപ്പിൻ്റെ ഹെൽത്ത് വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക, അതുവഴി സോഷ്യൽ ഡെവലപ്മെൻറ്റ് നടക്കുക. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, WHO ഡെഫിനിഷനാണിത്. ഇറ്റ്സ് മച്ച് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാമിലി പ്ലാനിങ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാമിലി പ്ലാനിങ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ എയിംസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ് നോക്കാം. ടു അവോയ്ഡ് അൺവാണ്ടഡ് ബർത്ത്. അൺവാണ്ടഡ് ബർത്തിനെ അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ വാണ്ടഡ് ബർത്ത് അവിടെ കൊണ്ടുവരിക. ഓക്കെ, ഒരു ബേബി വേണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇറ്റ്സ് എ വാണ്ടഡ് അല്ലേ. അപ്പം അൺവാണ്ടഡ് ബർത്തിനെ ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ വാണ്ടഡ് ബർത്ത് അവിടെ ആവശ്യമാണ്. ടു റെഗുലേറ്റ് ദ ഇൻ്റർവെൽസ് ബിറ്റ്വീൻ പ്രഗ്നൻസീസ്. അതായത് പ്രഗ്നൻസീസിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവെൽസ് കൊണ്ടുവരാം. അങ്ങനെ ഇൻ്റർവെൽസ് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ചിൽഡ്രൻസും അതിൻ്റെ അത്രയും ആരോഗ്യവും മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഓക്കെ ആവത്തുള്ളൂ. സോ സ്പേസിങ് കൊടുക്കുക, ചിൽഡ്രൻസിൻ്റെ ഇടയ്ക്ക് സ്പേസിങ് കൊടുക്കുക. ഇതൊക്കെ ഫാമിലി പ്ലാനിങ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ടു കൺട്രോൾ ദ ടൈം അറ്റ് വിച്ച് ബർത്ത് ഒക്കർ ഇൻ റിലേഷൻ ടു ദ ഏജ് ഓഫ് ദ പേരൻറ്റ്. പേരൻറ്റിൻ്റെ ഏജ് കൺസിഡർ ചെയ്യുക ഓരോ ബർത്തിലും. അതായത് നല്ല ആരോഗ്യമുള്ള സമയത്തുള്ള കുട്ടികൾക്കായിരിക്കും അത്രയും തന്നെ എന്താണ് കേപ്പബിലിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. സോ പേരൻസിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഫാമിലി. ഒരു ഫാമിലിയിൽ നമുക്ക് എത്ര ചിൽഡ്രൻസ് വേണം എന്നൊക്കെ നേരത്തെ ഒരു ഐഡിയ ഉണ്ടാക്കുക. അങ്ങനെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷനെയാണ് നമ്മൾ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്. നമ്മൾ അൺവാണ്ടഡ് ബർത്ത് ഒഴിവാക്കുക, നമുക്ക് വാണ്ടഡ് ബർത്ത് നമ്മൾ ലീഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്പേസിങ്, ഓരോ ചിൽഡ്രൻസിൻ്റെ ഇടയ്ക്ക് സ്പേസിങ് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി പ്ലാനിങ് ഓൺ ദ ഹെൽത്ത്. ഹെൽത്തിൽ നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിനുള്ള ഇമ്പോർട്ടൻസ് നോക്കാം. Family planning avoids and also prevents a variety of adverse effects on the health of the mother, fetus and child. ഹെൽത്ത്, മദറിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ചൈൽഡിൻ്റെ ഹെൽത്ത്. ഓക്കെ, ഇപ്പം ഒരു 1 year old ബേബി ഉള്ള ഒരു മദർ എഗൈൻ പ്രഗ്നൻ്റ് ആയി. സോ അവിടെ അവർക്ക് തീരുമാനിക്കാം ആ കുഞ്ഞ് വേണോ വേണ്ടയോ. കാരണം അത് മദറിൻ്റെ ഹെൽത്തിനും പ്രോബ്ലം ആണ്, ആ ഒരു ഉള്ള കുട്ടിയുടെയും ഹെൽത്തിന് പ്രോബ്ലം ആണ്. അവിടെ ലാക്ടേഷനൊക്കെ നിർത്തേണ്ടി വരും അല്ലേ. അപ്പം ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിന് നമ്മുടെ മദറിൻ്റെ ഹെൽത്തിലും അതുപോലെ തന്നെ ചൈൽഡിൻ്റെ ഹെൽത്തിലും അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മദറിനുണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണ്? മെറ്റേണൽ ഡിപ്ലേഷൻ, മെറ്റേണൽ മോർബിഡിറ്റി. ഒരുപാട് തവണ ചിലപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരും. അടുത്തടുത്ത 2 പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ മെറ്റേണൽ മോർബിഡിറ്റി, മോർട്ടാലിറ്റി, ലോവേർഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. ഓൾറെഡി ഒരു പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് ലാക്ടേറ്റ് ചെയ്യുന്ന ആൾക്ക് ബോഡിയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം എഗൈൻ പെട്ടെന്ന് തന്നെ അവിടെ അടുത്ത പ്രഗ്നൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു ഡെലിവറി ആകുമ്പോഴത്തേക്കിന് അവിടെ മദറിൻ്റെ ന്യൂട്രീഷൻ അവിടെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, അടുത്തടുത്ത പ്രഗ്നൻസി ആകുമ്പോൾ അതിനും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, ഫാമിലി വെൽഫെയർ. ദ ടേം ഫാമിലി വെൽഫെയർ ഈസ് നൗ യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് പ്രീവിയസ് ടൈം ഫാമിലി പ്ലാനിങ്.
നമ്മൾ ഫാമിലി പ്ലാനിങ് എന്താണെന്ന് കണ്ടിരുന്നല്ലേ. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിന് പകരം ഇപ്പം യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഫാമിലി വെൽഫെയർ. It signifies the improvement of the quality of health and welfare of the entire family. Entire ഫാമിലിയുടെ ഹെൽത്തും വെൽഫെയറും ഇംപ്രൂവ് ചെയ്യുന്ന, ഓക്കെ, ഹെൽത്ത് നമ്മുടെ ആ ഒരു ഓവറോൾ ഫാമിലിയുടെ ഹെൽത്തും വെൽഫെയറും ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഒരു ഇതിലോട്ടാണ് നമ്മുടെ ഫാമിലി വെൽഫെയർ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിഗ്നിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞിരുന്ന വേർഡ് തന്നെയാണ് ഫാമിലി വെൽഫെയർ. കാരണം അതിൻ്റെ എയിമിനെയാണ് അത് കുറച്ചുകൂടെ കാണിക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഫാമിലി വെൽഫെയർ ആക്കുക എങ്ങനെ? ബൈ പ്രൊവൈഡിങ് ഫാമിലി പ്ലാനിങ് അല്ലെങ്കിൽ ബൈ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി പ്ലാനിങ് വഴി ഫാമിലി വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഫാമിലി പ്ലാനിങ്ങിന് പകരം നൗ ഡേയ്സിൽ ഫാമിലി വെൽഫെയർ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഫാമിലി വെൽഫെയർ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് അവിടെ വരുന്നത്? സ്പേസിങ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ബർത്ത്, അഡ്വൈസ് ഓൺ സ്റ്റെറിലിറ്റി. സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫെർട്ടിലിറ്റി മാറ്റുന്ന കണ്ടീഷൻ, ഫെർട്ടിലിറ്റിയെ തൽക്കാലം ഒന്ന് നിർത്തിവെക്കുക, അതിനെയാണ് നമ്മൾ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഓഫ് പേരൻറ്ഹുഡ്, സെക്സ് എഡ്യൂക്കേഷൻ, ജനറ്റിക് കൗൺസിലിംഗ്, ക്യാരിങ് ഔട്ട് പ്രഗ്നൻസി ടെസ്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി വെൽഫെയറിൽ വരുന്ന ടേംസ്. അതായത് ഫാമിലി വെൽഫെയറിൽ എന്താ പറയുന്നത്? ബർത്തിൽ സ്പേസിങ് ഉണ്ടാവണം. അതായത് 2 ചിൽഡ്രൻസിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണം. ഒരു കുട്ടിക്ക് 3 വയസ്സായിട്ടേ മറ്റൊരു കുട്ടി ആവാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റെറിലിറ്റി, എങ്ങനെ നമുക്ക് സ്റ്റെറൈലായിട്ട് കുറച്ച് നാളെങ്കിലും നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൺസെപ്ഷൻ കുറച്ച് നാളത്തേക്ക് എങ്ങനെ മാറ്റി വയ്ക്കാം, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സസ് കൊടുക്കുക. ദെൻ പേരൻറ്ഹുഡ്സിന് ആവശ്യമുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുക. സെക്സ് എഡ്യൂക്കേഷൻ, ചിൽഡ്രൻസിൽ സ്കൂൾ ലെവൽ തൊട്ടേ സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ അവർക്ക് സൊസൈറ്റിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ജനറ്റിക് കൗൺസിലിംഗ്, ഇതൊക്കെ ഫാമിലി വെൽഫെയറിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, സർവീസസ് ടു ദ അൺമാരീഡ് മദേഴ്സ്. അൺമാരീഡ് ആയിട്ടുള്ള വുമൻസിനുള്ള ആവശ്യകത, അവരുടെ ഒരു മെൻസ്ട്രുവേഷൻ ലെവലിൻ്റെ അവിടെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ക്ലീൻലിനെസ് ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലുള്ള ക്ലാസ്സസ് ഒക്കെ കൊടുക്കുക. ഇതൊക്കെ ഫാമിലി വെൽഫെയറിൽ ഇൻക്ലൂഡഡ് ആവുന്ന കാര്യങ്ങളാണ്. ദെൻ പ്രീ മാരിറ്റൽ എക്സാമിനേഷൻ ആൻഡ് കൗൺസിലിംഗ്, നമ്മൾ ഒരു മാരേജിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു വുമൻസിന് അല്ലെങ്കിൽ ആ ഒരു ഗേൾസിന് അതിനനുസരിച്ചുള്ള ക്ലാസ് കൊടുക്കുക. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു മാരീഡ് ലൈഫും ഹാപ്പി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ്, ഇമ്മ്യൂണൈസേഷൻ സർവീസസ്. ഇമ്മ്യൂണൈസേഷൻ സർവീസസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ചിൽഡ്രൻസിനൊക്കെ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചിൽഡ്രൻസ് ആവും. അപ്പം ഈ പറയുന്ന ഫാമിലി പ്ലാനിങ്ങിനെ ഒന്ന് മോഡിഫൈ ചെയ്ത ഒരു ടേമാണ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ഇത് ഇംപ്രൂവ് ചെയ്യുന്നത് എന്താണ്? ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദ കംപ്ലീറ്റ് ഫാമിലി. ആ ഒരു ഫാമിലിയുടെ ഹെൽത്തിനെയും വെൽഫെയറിനെയും ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഈ ഒരു ഡെമോഗ്രഫി ആൻഡ് പ്ലാനിങ്ങിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ MCQs വരുന്ന ഒരു പോർഷനാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് വിച്ച് ഹെൽപ്പ് വുമൺ ടു അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസിയിൽ നിന്ന് തടയാൻ അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യാൻ വുമൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ധാരാളം MCQs വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഇതിനെ ടെമ്പററി മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് മെത്തേഡും ഉണ്ട്. അപ്പം ടെമ്പററി മെത്തേഡിൽ വരുന്നതാണ് ബാരിയർ മെത്തേഡ്സ്, ഇൻട്രായൂട്രൈൻ ഡിവൈസ് അല്ലെങ്കിൽ IUDs, ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആൻഡ് ഹോർമോണൽ മെത്തേഡ്സ്, പോസ്റ്റ് കൺസെപ്ഷണൽ മെത്തേഡ്സ്, മിസലേനിയസ്. ഓക്കെ, ടെമ്പററി മെത്തേഡ്സിൽ വരുന്നതാണ് ഈ ഒരു ബാരിയർ മെത്തേഡ്സ്, ഇൻട്രായൂട്രൈൻ ഡിവൈസ്, ഹോർമോണൽ മെത്തേഡ്സ്, പോസ്റ്റ് കൺസെപ്ഷണൽ മെത്തേഡ്സ് ആൻഡ് മിസലേനിയസ്. ടെമ്പററി മെത്തേഡ്സ് ഇസ് അതർവൈസ് കോൾഡ് സ്പേസിംഗ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ടെമ്പററി മെത്തേഡ്സിനെയാണ് നമ്മൾ സ്പേസിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്.
അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി നമുക്ക് കുറച്ച് നാളത്തേക്ക് മാത്രമായിരിക്കും പ്രിവെൻറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡിവൈസ് നിർത്തുമ്പോഴത്തേക്കിന് നമുക്ക് എഗൈൻ ഫെർട്ടൈൽ ആവാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു പിൽസ് എടുത്തുകൊണ്ടായിരിക്കാം. സോ ഒരു പിൽസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയം തൊട്ട് നമുക്ക് എഗൈൻ ആ ഒരു പ്രഗ്നൻ്റ് ആവാനുള്ള അല്ലെങ്കിൽ കൺസീവിങ് ആവാനുള്ള കേപ്പബിലിറ്റി തിരിച്ചു കിട്ടുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിന് ടെമ്പററി മെത്തേഡ്സ് അല്ലെങ്കിൽ സ്പേസിങ്, ഒരു സ്പേസ് കൊടുക്കുകയാണ് അല്ലേ, ലൈഫിൽ ഒരു സ്പേസ് കൊടുക്കുകയാണ്. സോ ഇറ്റ്സ് കോൾഡ് സ്പേസിങ് മെത്തേഡ്സ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ബാരിയർ മെത്തേഡ്സിൽ തന്നെ ഉണ്ട് ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ് ആൻഡ് കമ്പൈൻഡ് മെത്തേഡ്സ്, ദെൻ IUDs. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞത് നമ്മൾ പെർമനൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെർമിനൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനൊരു പെർമനൻറ്റ് മെത്തേഡിലോട്ട് പോകുന്നത് മെയിനായിട്ട് കുറച്ച് ഏജ്ഡ് ആയി കഴിഞ്ഞായിരിക്കും, 2 or 3 ചിൽഡ്രൻസ് ആയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പെർമനൻറ്റ് മെത്തേഡിലോട്ട് പോകുന്നത്. ഈ ഒരു പെർമനൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സർജിക്കൽ മെത്തേഡ്സ് ആണ്. സോ അതിൻ്റെ റിവേഴ്സിങ് ഇച്ചിരി പാടാണ്. ഇത് മെയിനായിട്ട് ഇറിവേഴ്സിബിൾ ആണ് ഈ ഒരു പെർമനൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെർമിനൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. അവിടെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുകയാണ്, നമ്മുടെ ആ ഒരു ലൈഫിലെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കേപ്പബിലിറ്റി അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെർമനൻറ്റ് മെത്തേഡ്സ് മെയിലിനും ഫീമെയിലിനും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. മെയിൽ സ്റ്റെറിലൈസേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽ സ്റ്റെറിലൈസേഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പറയാം. ടെമ്പററി മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് അതർവൈസ് കോൾഡ് സ്പേസിങ് മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബാരിയർ മെത്തേഡ്സ്. ബാരിയർ മെത്തേഡ്സിന് നമുക്ക് ബാരിയർ ഓർ ഒക്ലൂസീവ് മെത്തേഡ്സ്. അപ്പോൾ ഈ എക്സ്ട്രാ പറയുന്ന നെയിംസും കൂടെ നോട്ട് ചെയ്ത് വെക്കണം, കാരണം നമുക്ക് MCQs വരുന്ന സമയത്ത് ബാരിയർ മെത്തേഡ് എന്ന് കേട്ടാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആ കൂട്ടത്തിൽ ഒക്ലൂസീവ് മെത്തേഡ്സ് എന്ന ടേം ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു കൺഫ്യൂസിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ബാരിയർ മെത്തേഡ് അല്ലെങ്കിൽ ഒക്ലൂസീവ് മെത്തേഡ്സ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ ആർ അവൈലബിൾ. The aim of this method is to prevent the sperm meeting of the ovum. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പേമും ഓവവും തമ്മിലുള്ള മീറ്റിംഗ് അവിടെ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ബാരിയർ മെത്തേഡ്സ് മെയിലിനും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വുമനും യൂസ് ചെയ്യാം, മെന്നിനും യൂസ് ചെയ്യാം. ഓക്കെ, മെന്നിനും വുമനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇവിടെ. ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ആ ഒരു മീറ്റിങ്ങിനെ, സ്പേം ആൻഡ് ഓവം തമ്മിലുള്ള മീറ്റിങ്ങിനെ അവിടെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. The barrier methods are further classified as physical method, chemical method and combined method. Barrier methodsനെ നമ്മൾ എഗൈൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഡിവൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഫിസിക്കൽ മെത്തേഡ് വരുന്നത്. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രഗോ പിൽസോ അതുപോലുള്ളൊരു കെമിക്കൽസ് യൂസ് ചെയ്യും. ദെൻ കമ്പൈൻഡ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സ് നോക്കാം. ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്ന ഡിവൈസസ് ആണ് കോണ്ടം, ഡയഫ്രം ആൻഡ് വജൈനൽ സ്പോഞ്ചസ്. ഓക്കെ, ഇതെല്ലാം ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അങ്ങനെയൊക്കെ ലെവലിൽ നമുക്ക് MCQs വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് അറിയായിരിക്കും ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണെന്ന്. പക്ഷേ ഏതിലാണ്, ഇപ്പം ഡയഫ്രം ചോദിച്ചിട്ട് ഫിസിക്കൽ ആണോ കെമിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരാം. അപ്പം അത് തെറ്റണ്ട. ഫിസിക്കൽ മെത്തേഡിൽ വരുന്നതാണ് കോണ്ടം, ഡയഫ്രം ആൻഡ് വജൈനൽ സ്പോഞ്ചസ്. ദെൻ കോണ്ടം പറയുമ്പോൾ ഇതൊരു മെയിൽ കോൺട്രാസെപ്റ്റീവ് ആണ്. ഓക്കെ, മെയിൽസിൽ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് നോക്കാനുള്ളത് ലാറ്റക്സ്. ലാറ്റക്സ് കൊണ്ടിട്ടാണ് കോണ്ടം മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇന്ത്യയിൽ ഫസ്റ്റ് ഇറങ്ങിയതായിരുന്നു നിരോധ്, അല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിരുന്നു നിരോധ്. ഇറ്റ് ഈസ് ഫിറ്റഡ് ഓൺ ദ എറക്ട് പെനീസ് ബിഫോർ ഇന്റർകോഴ്സ്. അപ്പം ഇറക്ട് പെനീസിലാണ് ഇത് ഫിറ്റ് ആവുക. ഓക്കെ, അപ്പം കോണ്ടം എന്ന് പറഞ്ഞാൽ മെയിൽ കോൺട്രാസെപ്റ്റീവ് ആണ്, മേഡപ്പ് ഫ്രം ലാറ്റക്സ് ആൻഡ് കോമൺലി നോൺ ബൈ ദ നെയിം നിരോധ്. നെക്സ്റ്റ് ഇതിൻ്റെ മെക്കാനിസം എന്താണ്? ഇറ്റ് ആക്ട് ബൈ പ്രിവെൻറ്റിംഗ് ദ ഡെപ്പോസിഷൻ ഓഫ് സെമൻ ഇൻ ദ വജൈന. അപ്പം സെമനെ വജൈനയിലോട്ട് എത്തിക്കാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യാം. അപ്പം ഇതാണ് മെയിൻ മെക്കാനിസം വരുന്നത്. അവിടെ വേറെ കെമിക്കൽസിൻ്റെ ഒന്നും ഇതില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കുറച്ച് സേഫ് ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് കെമിക്കൽസോ ഡ്രഗ്സോ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ബോഡിയിലുണ്ടാവാം. സോ ഇവിടെ ജസ്റ്റ് ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നതാണ്. അതുപോലത്തെ ഹെൽത്ത് സൈഡ് എഫക്ട്സും ഒക്കെ കുറവായിരിക്കും. പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ടിയേഴ്സ് ഓർ ലീക്സ്. സോ ഇറ്റ് മസ്റ്റ് ബി സ്റ്റെപ്പ് ബൈ ഫില്ലിംഗ് വിത്ത് വാട്ടർ. ഓക്കെ, അപ്പം നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. ഇത് ടിയേഴ്സ്
എന്തെങ്കിലും പൊട്ടലോ ലീക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോൺട്രാസെപ്റ്റീവ് ഫെയിലൂർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഓരോ യൂസിന് ശേഷവും അത് ഡിസ്കാർഡ് ചെയ്യുക. ആഫ്റ്റർ ഇൻ്റർകോഴ്സ് ഇറ്റ് മസ്റ്റ് ബി കെയർഫുള്ളി റിമൂവ് ഫ്രം വജൈന ടു പ്രിവെൻറ്റ് സ്പില്ലിംഗ് ഓഫ് സെമൻ ഇൻ ടു ദ വജൈന. ഓക്കെ, സ്പില്ലിംഗ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർകോഴ്സ് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ മാറ്റാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അവിടെ നമ്മൾ മെയിനായിട്ട് നോക്കി വെക്കേണ്ട അതിൻ്റെ മെക്കാനിസവും ദെൻ ആ ഒരു മെറ്റീരിയൽ ലാറ്റക്സിൽ നിന്നാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോമൺലി നേരത്തെ ഉണ്ടായിരുന്ന ബ്രാൻഡ് നെയിമാണ് നിരോധ്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇൻഎക്സ്പെൻസീവ് ആണ്, സേഫ് ആണ്, ഈസി ടു യൂസ് ആണ്. ദെൻ STDs ഓർ എയ്ഡ്സ് എന്താണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് പ്രിവെൻഷൻ ഈ ഒരു കോണ്ടം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നോ സൈഡ് എഫക്ട്സ്, ലൈറ്റ്, കോമ്പാക്ട് ആൻഡ് ഈസിലി ഡിസ്പോസിബിൾ. ഓക്കെ, അഡ്വാൻറ്റേജസിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് STDസും എയ്ഡ്സും ഒക്കെ അവിടെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇൻകറക്റ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ സ്ലിപ്പ് ചെയ്യാം, അങ്ങനെ കോൺട്രാസെപ്റ്റീവ് ഫെയിലൂർ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് ക്ലാസ്സിൽ വരുന്നതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷനും പിന്നെ അത് മേഡപ്പ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലും ഇത് മാത്രം നോക്കിയാൽ മതിയാവും. നെക്സ്റ്റ് ഡയഫ്രം. ഡയഫ്രം എന്ന് പറയുമ്പോൾ വുമനിൻ്റെ ആണ്. നമ്മൾ കോണ്ടം മെന്നിൻ്റെ പറഞ്ഞതുപോലെ ഡയഫ്രം വുമനിൻ്റെ ആണ്. വജൈനൽ ബാരിയർ ഇറ്റ് ഈസ് എ ഷാലോ കപ്പ് മേഡ് ഓഫ് സിന്തറ്റിക് റബ്ബർ ഓർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. നമ്മൾ നേരത്തെ കോണ്ടം പറഞ്ഞു ലാറ്റക്സ് ആയിരുന്നു, ഇവിടെ സിന്തറ്റിക് റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡയമീറ്റർ നിയർലി 5 to 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഫീമെയിലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന്. അപ്പം ഇറ്റ്സ് കോൾഡ് as diaphragm and it is made up of synthetic rubber or plastic materials. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 5 to 10 സെൻറ്റിമീറ്റർ ആണ്. ഇറ്റ് ഹാസ് എ ഫ്ലെക്സിബിൾ റിം മേഡ് ഓഫ് സ്പ്രിങ് ഓർ മെറ്റൽസ്. മെറ്റലോ അല്ലെങ്കിൽ സ്പ്രിങ്ങോ കൊണ്ട് മേഡപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരു റിം ഉണ്ടായിരിക്കും ഡയഫ്രത്തിൽ. ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ വജൈന ബിഫോർ സെക്ഷൽ ഇൻ്റർകോഴ്സ്. സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പ് വജൈനയിൽ ഇത് ഇൻസേർട്ട് ചെയ്യുക. ഇറ്റ് മസ്റ്റ് റിമൈൻസ് ഇൻ പ്ലേസ് ഫോർ നോട്ട് ലെസ് ദാൻ 6 hours. ഓക്കെ, ഒരു 6 hours വരെ അവിടെ തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു ഡയഫ്രം നമുക്ക് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത്രയും ടൈം അവിടെ വെക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ആബ്സെൻസ് ഓഫ് റിസ്ക്, അതായത് ഇവിടെ നമ്മൾ കെമിക്കൽസ് ഒന്നുമില്ല അല്ലേ, അതുകൊണ്ട് തന്നെ അവിടുത്തെ റിസ്ക് കുറവാണ്. നമ്മുടെ ബോഡിയിൽ അതർ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കാനുള്ള ചാൻസസ് ഇല്ല. ദെൻ ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഇനിഷ്യലി എ ഫിസിഷ്യൻ ഓർ ട്രെയിൻഡ് പേഴ്സൺ റിക്വയർഡ് ടു ഡെമോൺസ്ട്രേറ്റ്. ഫസ്റ്റ് ഇത് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് പേഴ്സൺസ് നമ്മളെ ഒന്ന് പഠിപ്പിച്ചു തരണം. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്, അതൊരു പേഴ്സണലി ഉള്ളൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ആൻഡ് പ്രൈവസി വേണം. പ്രൊലോങ്ഡ് പീരീഡ് ഒരുപാട് സമയം വെച്ചിരുന്നാൽ ടോക്സിക് ഷോക്ക് സിൻഡ്രംസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ആണ്. ഇതാണ് ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. അല്ലാതെ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ റിസ്കോ കുറഞ്ഞതാണ്, പക്ഷേ പേഴ്സണലി കുറച്ചുള്ള ഡിസപ്പോയിൻമെൻറ്റ്സ് ആണ് ഇവിടെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഡയഫ്രത്തിൽ. നെക്സ്റ്റ് പറയുന്നത് വജൈനൽ സ്പോഞ്ച് ആണ്. വജൈനൽ സ്പോഞ്ച് എന്ന് പറയുമ്പോഴും ഫീമെയിൽസിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ മെത്തേഡാണ്. ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ട്രേഡ് നെയിം. ടുഡേ എന്ന് പറഞ്ഞ ട്രേഡ് നെയിമിലാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ സ്മോൾ പോളിയുറേത്തീൻ സ്പോഞ്ച് മെഷറിങ് 5 into 2.5 സെൻറ്റിമീറ്റർ. നമ്മൾ നേരത്തെ അതിൻ്റെ ലെങ്ത് പറഞ്ഞിരുന്നു അല്ലേ, ഡയഫ്രത്തിൻ്റെ 5 to 10 സെൻറ്റിമീറ്റർ. ഇവിടെ ഇതിൻ്റെ പോളിയുറേത്തീൻ്റെ മെഷറിങ് പറയുന്നത് 5 into 2.5 സെൻറ്റിമീറ്റർ ആണ്. ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് എ സ്പെർമിസൈഡ്. ഇവിടെ ഒരു സ്പെർമിസൈഡ് പ്രസൻ്റ് ആണ്, നോൺ ഓക്സിനോൾ. ഓക്കെ, സ്പെർമിസൈഡ് എന്ന് പറയുമ്പോൾ സ്പേംസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സ്പെർമിസൈഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള സ്പെർമിസൈഡ് ഉണ്ട് ഇവിടെ, നോണോക്സിനോൾ 9. അപ്പം ഈ ഒരു വജൈനൽ സ്പോഞ്ചിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സ്പെർമിസൈഡ് ആണ് നോണോക്സിനോൾ. അപ്പം മറ്റുള്ള ഫിസിക്കൽ മെത്തേഡ്സിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പെർമിസൈഡ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇവിടെ പ്രസൻ്റ് ആണ്. മറ്റിടത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ, മീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു നോണോക്സിനോൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വരുന്ന സ്പെർമിനെ അവിടെ ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് കെമിക്കൽ മെത്തേഡ്സ് ആണ്.
കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ സ്പെർമിസൈഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോൺട്രാസെപ്ഷൻ അവിടെ പ്രൊസീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുന്നത് ബൈ യൂസ് ഓഫ് കെമിക്കൽ സ്പെർമിസൈഡ്സ്. സ്പെർമിസൈഡ്സ് എന്ന് പറയുമ്പോൾ സ്പേംസിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സ്പെർമിസൈഡ്സ് എന്ന് പറയുക. സൈഡ്സ് മീൻസ് കില്ലിങ്, സൈഡ്സ് മീൻസ് കില്ലിങ്, കില്ല് ചെയ്യുക. ഓക്കെ, അപ്പം സ്പേംസിനെ കില്ല് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു കെമിക്കൽ മെത്തേഡ്സ് മെക്കാനിസം ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യുന്നത്. They are used in the form of foams, creams, suppositories, soluble films. Okay, ഈ ഒരു ഫോമിലൊക്കെ നമ്മുടെ സ്പെർമിസൈഡ്സ് അവൈലബിൾ ആണ്. ഫോംസ് ആയിട്ടും, അതായത് ടാബ്ലറ്റ്സ്, എയറോസോൾസ്, ക്രീം, പേസ്റ്റസ്, ജെല്ലീസ്, സപ്പോസിറ്ററീസ്, സോലുബിൾ ഫിലിംസ്, ഈ ഒരു ഫോമിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ദെൻ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ദീസ് പ്രിപ്പറേഷൻ കണ്ടെയ്ൻ സർഫസ് ആക്റ്റീവ് ഏജൻസ്. ഇതിൻ്റെ അകത്തൊരു സർഫസ് ആക്റ്റീവ് ഏജൻസ് കാണും, which is attaches to the spermatozoa. അതായത് spermatozoa എന്ന് പറയുമ്പോൾ സ്പേംസ് തന്നെ. ഓക്കെ, സ്പേംസിനെ അറ്റാച്ച് ചെയ്തിട്ട് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ സർഫസ് ആക്റ്റീവ് ഏജൻസ് കാണും. ഓക്കെ, ഈ ഒരു സർഫസ് ആക്റ്റീവ് ഏജൻസ് നമ്മുടെ സ്പേംസിൻ്റെ ഓക്സിജൻ അപ്ടേക്കിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്സിജൻ അപ്ടേക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഏതൊരു സെല്ലാണെങ്കിലും ഓക്സിജൻ അപ്ടേക്ക് നടന്നില്ലെങ്കിൽ അത് നോർമലി അവിടെ കില്ലാവും അല്ലെങ്കിൽ ഡെത്ത് ആവും. അപ്പോൾ ഈ ഒരു സർഫസ് ആക്റ്റീവ് ഏജൻസ് സ്പേംസിൽ അറ്റാച്ച് ചെയ്തിരുന്നിട്ട് അതിൻ്റെ ഓക്സിജൻ അപ്ടേക്കിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ ഓക്സിജൻ അപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്താൽ പ്രോബബ്ലി ആ ഒരു സ്പേം അവിടെ കില്ലാവുന്നു. ഈ രീതിയിലാണ് നമ്മുടെ കെമിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ വർക്ക് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഹൈ ഫെയിലിയർ റേറ്റ്, മസ്റ്റ് ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഇൻ്റർകോഴ്സ്. അപ്പം നമ്മൾ ആ ഒരു സ്പേം ഓവത്തിൽ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കെമിക്കൽ സ്പെർമിസൈഡ് നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്താണ് അവിടെ മീറ്റ് ചെയ്ത് ഫർട്ടൈൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇൻ്റർകോഴ്സിന് മുമ്പായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാം. മൈൽഡ് ഇറിറ്റേഷൻസ്, ബേണിങ് ആൻഡ് മീസിനസ്, ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ മറ്റുള്ള സെൽസിനും അത് ഭാഗമായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻട്രാ യൂട്രിൻ ഡിവൈസ് അല്ലെങ്കിൽ IUDs. IUDs എന്ന് പറയുമ്പോൾ ഫസ്റ്റ് IUDs യൂസ് ചെയ്തിരുന്നത് അറബ്സ് ആയിരുന്നു. അറബ്സ് ക്യാമലിലായിരുന്നു ഇത് യൂസ് ചെയ്തത്. അതായത് ക്യാമൽസിൻ്റെ യൂട്രസിലോട്ട് അവർ സ്റ്റോൺസ് ഒക്കെ കയറ്റി വെച്ചിട്ട് ആ ഒരു കൺസെപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് IUDs ആണ് ഈ ഒരു ഫസ്റ്റ് IUDs യൂസ് ചെയ്തത് അറബ്സ് ആയിരുന്നു. In 1909, the original devices made of silkworm gut was used. Okay, then first use ചെയ്ത അറബ്സ് ആണെന്ന് പറഞ്ഞു. Then 1909 ഒരു സിൽക്ക് വേമിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഒറിജിനൽ യൂസ് ഫസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് 1909 In 1929, Guffenberg, a gynecologist, used an IUD made of silver. സിൽവർ കൊണ്ട് മേഡപ്പ് ചെയ്തിട്ടുള്ള ഒരു IUDs ഫസ്റ്റ് യൂസ് ചെയ്തത് ഗഫൻബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ഇറ്റ്സ് എ ഗൈനക്കോളജിസ്റ്റ്, ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. സിൽവർ കൊണ്ട് മേഡപ്പ് ചെയ്ത ഒരു ഫസ്റ്റ് IUD യൂസ് ചെയ്തു in 1929. അപ്പോൾ IUDസിൻ്റെ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. ഫസ്റ്റ് യൂസ് ചെയ്തത് അറബ്സ് ആണ്. ദേ ആർ യൂസ്ഡ് ഇൻ ദ യൂട്രസ് ഓഫ് ദ ക്യാമൽ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് കൺസെപ്ഷൻ. ലേറ്റർ 1909 സിൽക്ക് വേം ഗട്ടിൽ നിന്ന് മേഡപ്പ് ചെയ്ത ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് വന്നത് 1929 ബൈ യൂസിങ് സിൽവർ മേഡ് IUDs ബൈ ഗഫൻബർഗ്. ഹീസ് എ ഗൈനക്കോളജിസ്റ്റ്. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് IUDs. അപ്പോൾ IUDs എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രിൻ ഡിവൈസ്, നമ്മുടെ യൂട്രസിലോട്ട് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ IUDs എന്ന് പറയുന്നത്. യൂട്രസിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കൺസെപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാം. അതാണ് ഇവിടുത്തെ മെയിൻ മെക്കാനിസം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ ഉണ്ട് ആൻഡ് തേർഡ് ജനറേഷൻ IUDs ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ IUDസിന് എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് MCQസിൽ എടുത്ത് ചോദിക്കാം, ലിപ്പസ് ലൂപ്പ് ഏത് ജനറേഷൻ IUDസിൽ വരുന്നതാണെന്ന്. അപ്പോൾ ഇറ്റ്സ് ബിലോങ്സ് ടു ദ ഫസ്റ്റ് ജനറേഷൻ IUDs. ദെൻ സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ കോപ്പർ കണ്ടെയ്നിങ് IUDs ആയിരിക്കും സെക്കൻഡ് ജനറേഷനിൽ വരുന്നത്.
കോപ്പർ ടി, കോപ്പർ 7, നോവാറ്റി ആൻഡ് മൾട്ടി ലോഡ് ഡിവൈസസ്. 4 എണ്ണം വരുന്നുണ്ട്. കോപ്പർ ടി, കോപ്പർ 7 ആൻഡ് നോവാറ്റി ആൻഡ് മൾട്ടി ലോഡ് ഡിവൈസസ്. ഫസ്റ്റ് ജനറേഷനിൽ ലിപ്പസ് ലൂപ്പ് മാത്രമേ ഉള്ളായിരുന്നു. ദെൻ തേർഡ് ജനറേഷനിലാണെങ്കിൽ പ്രൊജസ്റ്റ സെർട്ട്. പ്രൊജസ്റ്റ സെർട്ട് എന്ന് പറയുമ്പോൾ പ്രൊജസ്ട്രോൺ കണ്ടെയ്നിങ് ആണ്. സോ ഇറ്റ്സ് കോൾഡ് ആസ് പ്രൊജസ്റ്റ സെർട്ട്. ഇതാണ് IUDസിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ IUDs പറയാം. ദർ ഇനേർട്ട് ആണ്, അതുപോലെ തന്നെ നോൺ മെഡിക്കേറ്റഡ് ഡിവൈസസ് ആണ്. ഓക്കെ, ഇനേർട്ട് ആണ്, നോൺ മെഡിക്കേറ്റഡ് ഡിവൈസസ് ആണ്. ഇനേർട്ട് ആണ്, നോൺ മെഡിക്കേറ്റഡ് ഡിവൈസസ് ആണ്. പോളി എത്തിലീൻ അല്ലെങ്കിൽ പോളിമേഴ്സ് കൊണ്ടാണ് ഇത് മേഡപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ IUDs എന്ന് പറയുമ്പോൾ ഇനേർട്ട് ആണ്, അതിൽ അധികം കെമിക്കൽസ് ഒന്നും കണ്ടെയ്നിങ് ആയിട്ടില്ല. They appeared in various shapes and sizes like loops, spiral, coils and rings. ഈ ഒരു ഫോമിലൊക്കെയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. ലൂപ്സ്, സ്പൈറൽസ്, കോയിൽസ് ആൻഡ് റിങ്സ്. ലിപ്പസ് ലൂപ്പ് ഈസ് കോമൺലി യൂസ്ഡ് ഡിവൈസ്. അപ്പോൾ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത യൂട്രസിലോട്ട് ഇൻസർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ കൺസെപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് IUDs ആണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയുമ്പോൾ. അപ്പം ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഷേപ്സ് ആണ് പറഞ്ഞത്, ലൂപ്സ്, സ്പൈറൽസ്, കോയിൽസ് ഒക്കെ. ദെൻ ഇത് മേഡപ്പ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്, പോളി എത്തിലീൻ അല്ലെങ്കിൽ പോളിമേഴ്സ്. ഓക്കെ, ലിപ്പസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എസ് ഷേപ്ഡ് ഡിവൈസ് ആണ്. അപ്പം ഈ ഒരു ലിപ്പസ് ലൂപ്പിൻ്റെ ഡിവൈസ് ആ ഒരു ഷേപ്പ് ഒക്കെ അവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ഷേപ്പാണ് വരുന്നത്. ആൻഡ് പോളിയെത്തിലീൻ വിച്ച് ഇസ് നോൺ ടോക്സിക്, നോൺ റിയാക്റ്റീവ് ആൻഡ് durable. It contains a small amount of barium sulfate. Okay, വേറെ അതർ മെഡിക്കേഷൻസ് ഒന്നും പ്രസന്റ് അല്ല, പക്ഷെ ഒരു സ്മോൾ എമൗണ്ട് ബേരിയം സൾഫേറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. വിച്ച് അലോ എക്സ്റേ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒരു സ്മോൾ എമൗണ്ട് ബേരിയം സൾഫേറ്റ് ലിപ്പസ് ലൂപ്പിൽ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ലിപ്പസ് ലൂപ്പിൽ പ്രസന്റ് ആയിരിക്കുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബേരിയം സൾഫേറ്റ്. ഓൾസോ ഇറ്റ് ഹാസ് അറ്റാച്ച്ഡ് ത്രെഡ്സ് which project into the vagina. Attached threads ഉണ്ട്, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ടെയിൽസ്. അപ്പം ഈ ഒരു ടെയിൽസ് ഉള്ളത് കൊണ്ടാണ് which project into the vagina, വജൈനയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെയിൽസ് ഉണ്ടായിരിക്കും. The feeling of thread in the vagina assures that the loop is in its place. ആ ഒരു വജൈനയിലോട്ട് ആ ഒരു ടെയിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലൂപ്പ് കറക്റ്റ് പൊസിഷനിലായിരിക്കുന്നതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് നോൺ മെഡിക്കേറ്റഡ് IUDs ആണ് ലിപ്പസ് ലൂപ്പ്. ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന കാറ്റഗറിയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം, ഇൻഎക്സ്പെൻസീവ് ആണ്, പിന്നെ റിവേഴ്സിബിൾ മെത്തേഡ് ആണ്. എപ്പോൾ നമുക്ക് വേണ്ടെന്ന് തോന്നും അപ്പോൾ തന്നെ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് സെക്ഷൽ പ്ലഷർ. ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഒരു ട്രെയിൻഡ് പേഴ്സൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പേഴ്സണൽ ഇൻകോമ്പാറ്റബിലിറ്റി വരുന്നുണ്ട്. ദെൻ അഡീക്വേറ്റ് ഫോളോ അപ്പ്, ഇത് അവിടെ തന്നെ പ്ലേസ്ഡ് ആണോ എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഷുഡ് ബി റീപ്ലേസ്ഡ് പീരിയോഡിക്കലി 24 ഇയേഴ്സ്. ഓക്കെ, 2 to 4 ഇയേഴ്സ് ആണ്. 2 to 4 ഇയേഴ്സ് നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. റെയർലി ഇറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ് ക്യാൻസർ ഓഫ് യൂട്രസ്. യൂട്രസിൽ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇതിൽ കണ്ടെയ്നിങ് ദ ബേരിയം സൾഫേറ്റ് കെമിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ യൂട്രസിൽ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഡിസഡ്വാൻറ്റേജസ് ആണ് ഇത്. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് പറഞ്ഞത് എസ് ഷേപ്ഡ്, പിന്നെ അതിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള കെമിക്കൽ ബേരിയം സൾഫേറ്റ്, ദെൻ ആ ഒരു ത്രെഡ് ലൈക്ക് പ്രൊജക്ഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ചു വിട്ടാൽ മതിയാവും. നെക്സ്റ്റ് പറഞ്ഞത് നമ്മൾ സെക്കൻഡ് ജനറേഷൻ IUDs. സെക്കൻഡ് ജനറേഷൻ IUDസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് മെയിനായിട്ട് കോപ്പർ കണ്ടെയ്നിങ് ഡിവൈസസ് ആണ്. കോപ്പർ കണ്ടെയ്നിങ്ങിനെയാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ IUDs എന്ന് പറയുന്നത്. ഓക്കെ, ഓൾഡർ ഡിവൈസ് പണ്ട് കാലത്തെ ഉണ്ടായിരുന്നതാണ് കോപ്പർ 7ഉം കോപ്പർ ടി 200. നമ്മൾ പുതിയതായിട്ട് വന്ന ന്യൂവർ വൺസ് ആണ് നോവാറ്റി ആൻഡ് മൾട്ടി ലോഡ് ഡിവൈസസ്. ഓക്കെ, അപ്പം ഇത് 4ഉം തന്നെ കോപ്പർ കണ്ടെയ്നിങ് ആയിട്ടുള്ള IUDs ആണ്. ഓൾഡറിലെ ഉണ്ടായിരുന്ന കോപ്പർ 7ഉം കോപ്പർ ടി 200ഉം നോവാറ്റി ആൻഡ് മൾട്ടി ലോഡ് ഡിവൈസസ്. അപ്പം നമ്മൾ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു നെയിംസ് ഒക്കെ ഓർത്തോർത്ത് വെക്കുക. ഓക്കെ, ഇതായിരിക്കും നമുക്ക് MCQസിൽ ചോദിക്കാൻ കൂടുതൽ ചാൻസ്. ഈ ഡെമോഗ്രഫി ആൻഡ് ഫാമിലി പ്ലാനിങ്ങിൽ തന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും
അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ, എക്സാമ്പിൾ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ജസ്റ്റ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുക. ദെൻ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുമ്പോൾ ദേ ആക്ട് ബൈ റിലീസിങ് കോപ്പർ ഇൻ ടു ദ യൂട്രസ്. അപ്പം നമ്മൾ കോപ്പർ കണ്ടെയ്നിങ് ആണെന്ന് പറഞ്ഞല്ലേ, അപ്പം കോപ്പറിനെ യൂട്രസിലോട്ട് റിലീസ് ചെയ്യുക. അപ്പം ഈ കോപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഹാൻസസ് ദ സെല്ലുലാർ റെസ്പോൺസ് ഇൻ എൻഡോമെട്രിയം ആൻഡ് ഓൾട്ടർ ദ കോമ്പോസിഷൻ ഓഫ് സെർവിക്കൽ മ്യൂക്കോസ. നമ്മുടെ ഈ ഒരു കോപ്പർ നമ്മുടെ എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ലെയറാണ്. അപ്പം ഈ ഒരു എൻഡോമെട്രിയത്തിൻ്റെ സെല്ലുലാർ റെസ്പോൺസ് എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ സെർവിക്സിലുള്ള മ്യൂക്കോസ, അപ്പം സെർവിക്സിലുള്ള മ്യൂക്കോസ നോർമലി സ്പേംസ് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എൻറ്ററിങ് ഹെൽപ്ഫുൾ ആക്കുന്നതാണ്. പക്ഷേ ഈ ഒരു കോപ്പർ റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എൻഡോമെട്രിയം കംപ്ലീറ്റ് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുകയും വരുന്ന സ്പേംസിനെ അവർ ഡിസ്ട്രക്ട് ചെയ്യാനും അല്ലെങ്കിൽ യൂട്രസിലോട്ട് കടത്തി വിടാതിരിക്കാനും നോക്കുന്നു. അപ്പം ഇതാണ് കോപ്പർ കണ്ടെയ്നിങ് IUDസിൻ്റെ പ്രത്യേകതകൾ വരുന്നത്. ഓക്കെ, മെക്കാനിസം പറയുന്നത് ബൈ റിലീസിങ് കോപ്പർ റിലീസ് ചെയ്യുമ്പോൾ അത് എൻഡോമെട്രിയത്തിനെ സെല്ലുലാർ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യിക്കുന്നു. അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു സെർവിക്സിലുള്ള മ്യൂക്കോസയുടെ പ്രസൻറ്റോട് കൂടി അല്ലെങ്കിൽ മ്യൂക്കോസയുടെ ഹെൽപ്പോട് കൂടിയാണ് സ്പേംസ് പാസ് ചെയ്യുന്നത്. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യലാണ് ഈ ഒരു IUDസിൻ്റെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലോ എക്സ്പെൽഷൻ റേറ്റ്, ലോവർ ഇൻസിഡൻസ് ഓഫ് സൈഡ് എഫക്ട്സ്, അതായത് പെയിനോ ബ്ലീഡിങ്ങോ ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്, ഈസിയർ ടു ഫിറ്റ് ഈവൻ ഇൻ നള്ളി പാരസ് വുമൻസ്, ഇൻക്രീസ്ഡ് കോൺട്രാസെപ്റ്റീവ് എഫക്റ്റ് ആസ് പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്റ്റീവ് ഇഫ് ഇൻസേർട്ടഡ് വിത്തിൻ 3 to 5 days ഇൻ്റർകോഴ്സ്. അതായത് ഇൻ്റർകോഴ്സിന് ശേഷം 3 to 5 days കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ് ഈ ഒരു കോപ്പർ കണ്ടെയ്നിങ് IUDs. അപ്പം ഇതൊക്കെ MCQ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർകോഴ്സിന് ശേഷവും 3 to 5 days ശേഷം എങ്ങനെ ഒരു പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോപ്പർ IUDs ആണ്. കാരണം ഇത് ലേറ്റർ ആയിട്ട് ഇൻസേർട്ട് ചെയ്താലും അവർ കോപ്പർ റിലീസ് ചെയ്യും. നമ്മുടെ എൻഡോമെട്രിയത്തിൻ്റെ ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു അപ്പിയറൻസ് ഒക്കെ ചേഞ്ച് ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സെല്ലുലാർ റെസ്പോൺസ് കൂട്ടിയിട്ട് അവിടെ വെച്ച് സ്പേംസിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സോ നമുക്ക് ഇൻ്റർകോഴ്സിന് ശേഷവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് എന്നുള്ള രീതിയിൽ കോപ്പർ IUDs പറയും. നെക്സ്റ്റ് പറയുന്നത് തേർഡ് ജനറേഷൻ IUDs. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കണ്ടു ലിപ്പസ് ലൂപ്പ്, അതൊരു നോൺ മെഡിക്കേറ്റഡ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ കണ്ടു കോപ്പർ കണ്ടെയ്നിങ് ആയിട്ടുള്ള IUDs ആയിരുന്നു. ഇനി തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ദീസ് ഡിവൈസസ് ബൈ റിലീസിങ് ഹോർമോൺസ് റിലീസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ദ കറന്റ്ലി യൂസ്ഡ് ഡിവൈസ് ഈസ് പ്രൊജസ്റ്റാസെർട്ട്. ഇറ്റ് ഈസ് എ T-shaped ഡിവൈസ് ഫിൽഡ് വിത്ത് പ്രൊജസ്ട്രോൺ. അപ്പോൾ പ്രൊജസ്ട്രോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് പ്രൊജസ്റ്റാസെർട്ട്. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് T-shape. ഓക്കെ, ഇൻട്രായൂട്രൈൻ ഡിവൈസസിൻ്റെ തേർഡ് ജനറേഷനിൽ പറഞ്ഞ ഹോർമോൺ റിലീസിങ് IUDs ആയിരുന്നു. ഇവിടെ യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, ആ ഒരു ഡിവൈസിൻ്റെ നെയിം വരുന്നത് പ്രൊജസ്റ്റാസെർട്ട് എന്നാണ്. അപ്പോൾ ഈ പ്രൊജസ്റ്റാസെർട്ടിൻ്റെ ഷേപ്പും നോക്കി വെക്കുക, T-shape ആയിരിക്കും വരുന്നത്. ഇറ്റ് ആക്ട്സ് ബൈ റിലീസിങ് 65 micrograms ഓഫ് ദ ഹോർമോൺ ഡെയിലി ഇൻ ദ യൂട്രസ്. അപ്പോൾ ഈ ഒരു കണക്കും നോക്കി വെക്കണം, കാരണം 65 micrograms ഡെയിലി ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. പ്രൊജസ്റ്റാസെർട്ട് എന്ന് പറയുന്ന ആ ഒരു IUD ഡെയിലി 65 micrograms ആണ് അവിടെ റിലീസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ ഡയറക്റ്റ് ലോക്കൽ ആക്ഷൻ ഓൺ ദ സെർവിക്കൽ മ്യൂക്കോസ ആൻഡ് സ്പേംസ്. അപ്പോൾ സെർവിക്കൽ മ്യൂക്കോസയിലും സ്പേംസിലും ഒക്കെ തന്നെ ഡയറക്റ്റ് ആക്ഷനാണ് ഇതിന് വരുന്നത്. Since the hormone is gradually depleted, regular displacement of the device is necessary. നമുക്ക് ഈ ഒരു ഹോർമോൺസ് അത് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് അവിടെ വെച്ച് ഡിപ്ലീറ്റ് ആയി പോകും, യൂട്രസിൽ വെച്ച് ഡിപ്ലീറ്റ് ആയി പോകും. സോ റെഗുലർലി നമുക്ക് ഈ ഒരു ഡിവൈസ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. Another similar hormone device is a T-shaped IUD which release levonorgestrel. നമ്മൾ ആദ്യം പറഞ്ഞത് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരുന്നു. ഇപ്പം ലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് T-shape തന്നെയുള്ള levonorgestrel റിലീസ് ചെയ്യുന്ന ഒരു IUDs. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 5 years വരെ ഇതിന് ആക്ഷൻ ഉണ്ട്. ഓക്കെ, 5 years വരെ ആക്ഷനുള്ള ഒരു IUD ആണ് levonorgestrel. ഇതും ഒരു ഹോർമോൺ തന്നെയാണ്. ഓക്കെ, levonorgestrel പ്രൊഡ്യൂസ് ചെയ്യുന്ന IUDsന് 5 years വരെ വാറണ്ടി പറയുന്നുണ്ട്.
Then hormonal contraceptives are the most effective spacing methods of contraceptions. അപ്പം നെക്സ്റ്റ് മെത്തേഡ്സ് ആണ് ഹോർമണൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ they are the most effective specific methods ആണ്. These hormonal contraceptives can be administered orally or by injection or by implants. But oral pills are more commonly used. അപ്പം നമുക്ക് ഹോർമണൽ കോൺട്രാസെപ്റ്റീവ്സ് പറഞ്ഞപ്പം നേരത്തെ പറഞ്ഞത് ഹോർമോണൽ റിലീസ് ചെയ്യുന്ന IUDസിൽ വരുന്ന കാര്യമാണ്. ഇനി ഹോർമോൺസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? അങ്ങനെ റിലീസ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ല, ഹോർമോൺസ് തന്നെ നമുക്ക് അവിടെ പിൽസ് ആയിട്ടോ ഇഞ്ചെക്ഷൻ ആയിട്ടോ ഇംപ്ലാന്റ്സ് ആയിട്ടോ യൂസ് ചെയ്യാം. ഇംപ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അടിയിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു ഡീപോട്ട് പ്രിപ്പറേഷൻ പോലെ ഗ്രാജുവലി റിലീസ് ചെയ്യുന്നതിനെ നമ്മൾ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഓറൽ പിൽസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇംപ്ലാന്റ്സ് ആയിട്ട് ഇഞ്ചെക്ഷൻസ് ആയിട്ട് ഹോർമോൺസ് തന്നെ ബോഡിയിലേക്ക് കൊടുക്കാം. അപ്പം അതിൻ്റെ ആ ഒരു കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻസ്, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ മാത്രമോ ഈസ്ട്രജൻ ആയിട്ട് കമ്പൈൻ ചെയ്തോ നമുക്ക് ഹോർമോൺസ് കൊടുത്ത് ഓറൽ പിൽസ് ആയിട്ടോ ഇഞ്ചെക്ഷൻസ് ആയിട്ടോ കൊടുത്തുകൊണ്ട് നമുക്ക് കൺസെപ്ഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാം. അപ്പം ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ദീസ് കോൺട്രാസെപ്റ്റീവ്സ് സപ്രസ് ദ regular monthly peaks of pituitary and ovarian hormones which is necessary for ovulation. ഓവുലേഷന് ആവശ്യമായിട്ടുള്ള ഒവേറിയൻ ഹോർമോൺസിൻ്റെയും അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ഓക്സിറ്റോസിൻ പോലുള്ള പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെയും ദെൻ ഒവേറിയൻ ഹോർമോൺസ് ആയ LH, FSH, ലൂട്ടിനൈസിങ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്, ഇവയുടെയൊക്കെ റിലീസിങ് ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഹോർമണൽ കോൺട്രാസെപ്റ്റീവ്സ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ഹോർമോണൽ ഇമ്പാക്റ്റ് വരുമ്പോഴത്തേക്കിനും അവിടെ കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കത്തില്ല. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവത്തിൻ്റെ റിലീസിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓവം അവിടെ എന്താണ് റിലീസ് ചെയ്യാതെ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൺസെപ്ഷനുള്ള ചാൻസ് കുറയുന്നു. അപ്പം ഹോർമണൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമ്മൾ നോക്കി വെക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ നമ്മൾ ഓറൽ പിൽസ്, ഡീപോട്ട് ഫോർമുലേഷൻസ്, ഇങ്ങനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഓറൽ പിൽസും ഡീപോട്ട് ഫോർമുലേഷൻസുമായിട്ട് രണ്ടായിട്ടാണ് ഇതാക്കുക. ഓറൽ പിൽസിൽ കമ്പൈൻഡ് വരുന്നുണ്ട്, പ്രൊജസ്ട്രോൺ ഓൺലി പില്ലുണ്ട്, പോസ്റ്റ് കോയിറ്റൽ പില്ല്, വൺസ് എ മന്ത് പില്ല് ആൻഡ് മെയിൽ പില്ല്, 5 ടൈപ്സ് വരുന്നുണ്ട്. ദെൻ ഡീപോട്ട് ഫോർമുലേഷൻസിൽ ഇഞ്ചക്റ്റബിൾസ്, സബ്ഡെർമൽ ഇംപ്ലാന്റ്സ് ആൻഡ് വജൈനൽ റിങ്സ്. അപ്പോൾ നമുക്ക് ഓറൽ പിൽസ് എന്താ നോക്കാം. ഓറൽ പിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഓറലി നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് അല്ലെങ്കിൽ പിൽസിനെയാണ് ഓറൽ പിൽസ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഹോർമോൺസ് കണ്ടെയ്നിങ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കമ്പൈൻഡ് പില്ല്. കമ്പൈൻഡ് എന്ന് പറയുമ്പോൾ ഈസ്ട്രജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പൈൻ കാണും ഇവിടെ. ദീസ് പിൽസ് കണ്ടെയ്ൻ 30 to 35 മൈക്രോഗ്രാംസ് ഓഫ് സിന്തറ്റിക് ഈസ്ട്രജൻ. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 30 to 35. അപ്പോൾ ഈ ഒരു വാല്യൂ നോട്ട് ചെയ്ത് വെക്കുക, 30 to 35. ദെൻ പ്രൊജസ്ട്രോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ളത് 0.5 to 1 mg. ഓക്കെ, 0.5 to 1 mg പ്രൊജസ്ട്രോൺ. അപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ അളവാണല്ലേ കമ്പൈൻഡ് പിൽസിൽ കുറച്ച് കുറവ്. 30 to 35 ഈസ്ട്രജനും 0.5 to 1 പ്രൊജസ്ട്രോണും. 1 pill daily is given orally for 21 days beginning on the 5th day of the menstrual break of 7 days given. ഓക്കെ, അപ്പോൾ നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിൽ 21 ഡേയ്സിലും ഈ പിൽസ് എടുക്കേണ്ടതാവുന്നുണ്ട്. ഓക്കെ, 21 ഡേയ്സിലും നമ്മൾ ഈ ഒരു പില്ലെടുക്കുക. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 5th ഡേയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു കമ്പൈൻഡ് പില്ലെടുക്കേണ്ട രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞു ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. പിന്നെ അതിൻ്റെ എമൗണ്ട് വരുന്നത് 30 to 35, 0.5 to 1 mg ആയിരുന്നു. നെക്സ്റ്റ് 1 പില്ല് ഡെയിലി എടുക്കുക, 21 ഡേയ്സിലേക്കും എടുക്കുക. അതുപോലെ തന്നെ 5th ഡേ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 5th ഡേയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ബ്ലീഡിങ് ഈസ് ടേക്കൺ ആസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ്ലീഡിങ് ഡേ ആണ്
കണക്കാക്കേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മൾ 5th ഡേ തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാമിലി വെൽഫെയർ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2 ഇത് ഇറക്കിയിട്ടുണ്ട്. മാല എന്നും അതുപോലെ തന്നെ മാല ഡിയും. മാല എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ അകത്ത് ഇത് 2 നമ്മുടെ ഹോർമോണൽ കമ്പൈൻഡ് പിൽസിന് എക്സാമ്പിളാണ് മാല എന്നും മാല ഡിയും. ഇനി ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കി വെക്കേണ്ടതും കോമ്പോസിഷൻ തന്നെയാണ്. അതായത് മാല എന്നിൽ നോർ എത്തിസ്ട്രോൺ അസറ്റേറ്റും എഥിനൈൽ എസ്ട്രാഡയോളും ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. മാല ഡിയിലാണെങ്കിൽ ഡി നോർഗസ്ട്രോളും എഥിനൈൽ എസ്ട്രാഡയോളും ആണ്. രണ്ടിലും പ്രസന്റ് ആണ് എഥിനൈൽ എസ്ട്രാഡയോൾ. അപ്പം മാല എന്നിലും മാല ഡിയിലും ഒരുപോലെ വരുന്ന കെമിക്കൽ ഏതാണ് എന്നുള്ള രീതിയിൽ MCQs വരാം. അപ്പം എഥിനൈൽ എസ്ട്രാഡയോൾസ് ആണ് ഇവിടെ രണ്ടിലും പ്രസന്റ് ആയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു എമൗണ്ടും സെയിം തന്നെയാണ്, 0.03 mg ആണ് രണ്ടിലും വരുന്നത്. ഇനി എക്സ്ട്രാ ഉള്ളത് മാല എന്നിലാവുമ്പോൾ N വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നോർ എത്തിസ്റ്റെറോൺ അസറ്റേറ്റ്, ഇതിൻ്റെ അളവ് വരുന്നത് 1 mg. മാല N ആവുമ്പോൾ നോർ എത്തിസ്ട്രോൺ ഉള്ളത് കൊണ്ടാണ് അതിന് N നെയിം വന്നത്. ഓക്കെ, മാല ഡിയിലാണെങ്കിൽ ഡി നോർഗസ്ട്രോൾ ആണ്. ഓക്കെ, ഡി നോർഗസ്ട്രോൾ ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 0.5 mg. നോർ എത്തിസ്ട്രോൺ ആണെങ്കിൽ 1 mg ആയിരുന്നു പ്രസന്റ് ആയിരുന്നത്. ഇനി രണ്ടിലും ഒരുപോലെ ഉള്ളതെന്ന് പറഞ്ഞാൽ എഥിനൈൽ എസ്ട്രാഡയോൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിൻ്റെ ആണ് ഈ 2 പിൽസും. കമ്പൈൻഡ് പിൽസിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ മാല എന്നും മാല ഡിയും ആണ്. നെക്സ്റ്റ് പ്രൊജസ്ട്രോൺ ഒള്ളി പിൽ. ഇവിടെ പറയുമ്പോഴത്തേക്കിന് പ്രൊജസ്ട്രോൺ മാത്രമേ ഉള്ളൂ. നമ്മുടെ കമ്പൈൻഡ് പില്ലിൽ ഈസ്ട്രജനും ഉണ്ടായിരുന്നു, പ്രൊജസ്ട്രോണും ഉണ്ടായിരുന്നു. പ്രൊജസ്ട്രോൺ ഒള്ളി പില്ലിൽ പ്രൊജസ്ട്രോൺ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു പേരാണ് മിനി പിൽ അല്ലെങ്കിൽ മൈക്രോ പിൽ. മിനി പിൽ അല്ലെങ്കിൽ മൈക്രോ പിൽ. ഓക്കെ, മിനി പിൽ അല്ലെങ്കിൽ മൈക്രോ പിൽ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി പ്രൊജസ്ട്രോൺ വിച്ച് നോർ എത്തിസ്ട്രോൺ അല്ലെങ്കിൽ ലീവോ നോർഗസ്ട്രൽ. അപ്പോൾ പ്രൊജസ്ട്രോൺ നോർ എത്തിസ്ട്രോൺ എന്ന ഫോമിലോ അല്ലെങ്കിൽ ലീവോ നോർഗസ്ട്രൽ എന്ന പേരിലോ ആയിരിക്കും കാണുക. ഓക്കെ, it is not very popular because of poor cyclic control and increased pregnancy rate. അപ്പോൾ പ്രൊജസ്ട്രോൺ ഒള്ളി പില്ലാണെങ്കിൽ അധികമായിട്ട് യൂസ് ചെയ്യാറില്ല, കാരണം ഇതിൻ്റെ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ അവിടെ കൂടുതലാണ്. സോ അധികമായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു നെയിം ഓർത്ത് വെക്കുക, മിനി പില്ലും മൈക്രോ പില്ലും. പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ അവിടെ കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്രൊജസ്ട്രോൺസിൻ്റെ ഫോംസും, അതായത് നോർ എത്തിസ്ട്രോണും ലീവോ നോർഗസ്ട്രലും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പോസ്റ്റ് കോയിറ്റൽ പിൽ അല്ലെങ്കിൽ മോർണിംഗ് ആഫ്റ്റർ. ഓക്കെ, പോസ്റ്റ് കോയിറ്റൽ പില്ലിനെയാണ് മോർണിംഗ് ആഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നെയിമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്റർകോഴ്സിന് ശേഷമായിരിക്കും ഈ ഒരു പിൽസ് എടുക്കുക. മറ്റേത് നമ്മൾ നേരത്തെ തന്നെ എടുക്കുന്നതായിരിക്കും. പോസ്റ്റ് കോയിറ്റൽ പിൽ എന്ന് പറയുമ്പോൾ ഇന്റർകോഴ്സിന് ശേഷം എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു നെയിം വരുന്നത്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് വിത്തിൻ 48 hours. 48 hours പക്ഷേ എടുത്തിരിക്കണം. ഇറ്റ് കണ്ടെയ്ൻ either ഹൈ ഡോസ് ഓഫ് ഈസ്ട്രജൻ അല്ലെങ്കിൽ ഡബിൾ ഡോസ് ഓഫ്, ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈസ്ട്രജൻ്റെ ഹൈ ഡോസ്. ഓക്കെ, ഹൈ ഡോസ് ഈസ്ട്രജൻ ആയിരിക്കാം, അല്ലെങ്കിൽ 2 കമ്പൈൻഡ് പിൽസ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ആണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ ഈസ്ട്രജൻ്റെ ഹൈ ഡോസ്, അതല്ലെങ്കിൽ നമ്മുടെ 2 കമ്പൈൻഡ് പില്ലിൻ്റെ എഫക്റ്റ് ആയിരിക്കും ഈ ഒരൊറ്റ പോസ്റ്റ് കോയിറ്റൽ പില്ലിൽ വരുന്നത്. ഓക്കെ, ഇന്റർകോഴ്സിന് ശേഷമാണ്. സോ അത്രയും ടേക്ക് കെയർ എടുക്കണം. അതുകൊണ്ടാണ് ഈ ഒരു കോൺസെൻട്രേഷൻ കൂടുതൽ വരുന്നത് ഇവിടെ. നെക്സ്റ്റ് വന്നാണ് വൺസ് എ മന്ത് പില്ല്. വൺസ് എ മന്ത് പില്ലിലാണെങ്കിൽ ലോങ് ആക്ടിങ് ഈസ്ട്രജൻ ആയിരിക്കും. ലോങ് ആക്ടിങ് ഈസ്ട്രജൻ അല്ലെങ്കിൽ ക്യുനസ്ട്രോൾ ഇൻ കോമ്പിനേഷൻ വിത്ത് എ ഷോർട്ട് ആക്ടിങ് പ്രൊജസ്ട്രോൺ. അപ്പോൾ നമ്മുടെ കമ്പൈൻഡ് പില്ലിലുള്ളതുപോലെ തന്നെ ഈസ്ട്രജനും കാണും പ്രൊജസ്ട്രോണും കാണും. അപ്പോൾ ഈസ്ട്രജൻ ആയിരിക്കും ഇവിടെ ലോങ് ആക്ടിങ്, അതുപോലെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്ടിങ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് പോപ്പുലർ സിൻസ് ഇറ്റ് ഹാസ് എ ഹൈ പ്രഗ്നൻസി റേറ്റ് ആൻഡ് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പം ഇതിൻ്റെ ആ ഒരു ADR അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊജസ്ട്രോൺ ഒള്ളി പില്ലാണെങ്കിൽ ചാൻസസ് ഓഫ് കൺസെപ്ഷൻ അവിടെ കൂടുതലാണ്. അതുകൊണ്ടും അത് അധികമായിട്ട് യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇവിടെ വൺസ് എ മന്ത് പില്ലിൽ പറയുന്നത് ബ്ലീഡിങ് ഇറഗുലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇതധികം യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് പറയുന്നത് മെയിൽ പിൽ, അതായത്
ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വുമൻസിൽ എടുക്കുന്ന പിൽസ് ആയിരുന്നു. വൺസ് എ മന്ത് പില്ലും പോസ്റ്റ് കോയിറ്റസ് പിൽസും കമ്പൈൻഡ് പില്ലും എല്ലാം തന്നെ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ മെയിൽസിൽ എടുക്കുന്നതാണ്, മെയിൽ പില്ലാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഗോസിപ്പോൾ. ഗോസിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ സീഡ് ഓയിലിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഗോസിപ്പോൾ എന്ന് പറയുമ്പോൾ. ഇറ്റ് ആക്ട്സ് ബൈ ഡിക്രീസിങ് സ്പേം പ്രൊഡക്ഷൻ ആൻഡ് സ്പേം കൗണ്ട്. അപ്പോൾ സ്പേം പ്രൊഡക്ഷനെയും സ്പേം കൗണ്ടിനെയും ഡിക്രീസ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ഗോസിപ്പോൾ, വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് കോട്ടൺ സീഡ് ഓയിൽ. ഇറ്റ് ഈസ് നോട്ട് വൈഡ്ലി യൂസ്ഡ് സിൻസ് ഇറ്റ് ഈസ് ഹൈലി ടോക്സിക് ആൻഡ് പ്രൊഡ്യൂസ് പെർമനന്റ് അസൂസ്പെർമിയ. അപ്പം ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ ADR എന്ന് പറഞ്ഞാൽ പെർമനന്റ് അസൂസ്പെർമിയ ഉണ്ടാക്കാം. അസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ സ്പേമിൻ്റെ കൗണ്ട് കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക. അവിടെ സ്പേംസ് പ്രൊഡക്ഷൻ തന്നെ പെർമനൻ്റ് ആയിട്ട് ഇവർ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് വൈഡ്ലി അധികം യൂസ് ചെയ്യാറില്ല. ഇത് ഹൈലി ടോക്സിക്കുമാണ്. പക്ഷെ അറിഞ്ഞിരിക്കുക, ഇറ്റ്സ് എ മെയിൽ പിൽ. ഈ ഒരു ഗോസിപ്പോൾ ഇതിൽ പ്രസന്റ് ആയിരിക്കുന്ന സാധനം നോട്ട് ചെയ്ത് വെക്കുക, ഗോസിപ്പോൾ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പിൽസ് എടുക്കുമ്പോൾ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള അഡ്വേഴ്സ് എഫക്റ്റ്, അതായത് കാർഡിയോ വാസ്കുലാർ എഫക്റ്റ്, നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ത്രോംബോ എംബോളിക് കോംപ്ലിക്കേഷൻസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കാർസിനോജെൻസിസ്, ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറും നമ്മുടെ ജെനൈറ്റൽ ഓർഗൻസിലും ഒക്കെ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഹോർമോൺസിൻ്റെ റിലീസൊക്കെ കൂടും, ബോഡിയിൽ ഹോർമോൺസിൻ്റെ ആക്ഷൻ കൂടുന്ന സമയത്ത് അത് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ ജെനൈറ്റൽ ഓർഗൻസിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. സോ അവിടെ ക്യാൻസർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ ഒരു മെയിൻ ADR ആണ് ക്യാൻസർ കോസിങ് എന്നുള്ളത്. ദെൻ ഹൈപ്പർ ഗ്ലൈസീമിയ, ഗ്ലൈക്കോസ്യൂറിയ, അതെറോസ്ക്ലെറോസിസ്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ ആയ ഹൈപ്പർ ഗ്ലൈസീമിയ, ബ്ലഡ് പ്രഷറിൻ്റെ എവലേഷൻ, അതുപോലെ തന്നെ ലിവർ ഡിസോർഡേഴ്സ്, ഹെപ്പാറ്റോസെല്ലുലാർ എഡിനോമ ആൻഡ് ജോണ്ടിസ് പോലുള്ള ലിവർ ഡിസോർഡേഴ്സും വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ഈ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുമ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോർമോൺ റിലീസിങ് ആയതുകൊണ്ട്. ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഓറൽ റൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്യാം, 100% എഫക്റ്റീവ്നെസ് ആണ്. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ബ്രസ്റ്റ് ഡിസോർഡേഴ്സ്. ഓക്കെ, അഡ്വാൻറ്റേജസും ഉണ്ട്, പക്ഷേ കൂടുതലും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ബിക്കോസ് എന്താണ്, ക്യാൻസർ പ്രൊഡ്യൂസിങ് ആയതുകൊണ്ട് തന്നെ ഹോർമോണൽസ് അധികം യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ്. നമ്മൾ ഈ നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണല്ലേ ഫാമിലി പ്ലാനിങ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഇതിന് നല്ല സബ്സിഡി കൊടുത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ വരെ കൊടുക്കാറുണ്ട്. അപ്പം ഇത് ആൾക്കാർ അധികമായിട്ട് മേടിച്ച് യൂസ് ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നതല്ലേ. സോ എപ്പോഴും അവൈലബിൾ ആവുന്നത് കൊണ്ടും ഒരുപാട് മേടിച്ച് കഴിച്ച് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് ഈസ് പ്രൊഹിബിറ്റീവ് ആൻഡ് സോ ദ ഗവൺമെൻറ് ഹാസ് സബ്സിഡൈസ്ഡ് ഇറ്റ് ആൻഡ് ഓൾസോ സപ്ലൈസ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ഇവിടെ പറയുന്നത് ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് കോസ്റ്റ് കുറവാന്നുള്ള കാര്യം നമ്മളിവിടെ ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത്. സൈഡ് എഫക്ട്സ് ആൻഡ് ഓൾസോ കോൺട്രാഇൻഡിക്കേഷൻ. സൈഡ് എഫക്റ്റ് നമ്മൾ പറഞ്ഞല്ലേ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, പിന്നെ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ റെഡ്യൂസ് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു ലാക്ടേറ്റിംഗ് വുമനിലാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. റിട്ടേൺ ടു ഫെർട്ടിലിറ്റി മേ ബി ഡിലേഡ്. നമ്മൾ ഒരു ഫിസിക്കൽ മെത്തേഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫിസിക്കൽ മെത്തേഡ് മാറ്റുന്ന ടൈം തൊട്ട് നമ്മുടെ ആ ഒരു ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് നമ്മൾ റിവേഴ്സ് വരികയാണ്. പക്ഷേ ഇതുപോലുള്ള ഹോർമോൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ബോഡിയിൽ കിടന്ന് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ ആ ഒരു കണ്ടീഷൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇല്ലേ. സോ റിട്ടേൺ ടു ദ ഫെർട്ടിലിറ്റി മേ ബി ഡിലേഡ്.